Yes, yes. Right. Hello. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. കാര്യപരിപാടികൾ ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഹെഡ്മിസ്ട്രസ് ശ്രീമതി സീമ ടീച്ചറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിട്ടുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും കുഞ്ഞുമക്കൾക്കും നമസ്കാരം. നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ കഞ്ഞിക്കുഴി സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നേ ദിവസം ഇവിടെ നടത്തപ്പെടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് ഒരു 10 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും 13 ഇടങ്ങളിലേക്കായി വിവിധ കാര്യപരിപാടികൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അധ്യക്ഷനായിട്ടുള്ള ശ്രീമതി കോമളം മോഹൻദാസ് അവർ, അദ്ദേഹത്തെ നമുക്കറിയാം. നമ്മുടെ ഈ കഞ്ഞിക്കുഴി സ്കൂളിൻ്റെ ആൽപ്പാറ സ്കൂളിൻ്റെ സമീപവാസി തന്നെയാണ്.
ഇവിടുത്തെ ജീവനാഡിയാണ്, ഇവിടുത്തെ സ്പന്ദനങ്ങളെല്ലാം മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഏത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ചെറിയ സ്കൂളാണ് നമ്മളുടേത്, എങ്കിൽ പോലും ഏത് കാര്യത്തിന് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. സാധാരണഗതിയിൽ അങ്ങനെ കണ്ടിട്ടില്ല, വ്യക്തിപരമായി പറയുകയാണ് ഞാൻ. പക്ഷെ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കോമളം ടീച്ചറാണ് അധ്യക്ഷയായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി കോമളം മോഹൻദാസ് അവர்களെ സ്കൂളിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ TS സിദ്ദിഖ് അവർകളാണ്. അദ്ദേഹം ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ സ്കൂളിനെ ഒരു കാര്യത്തിലും പിന്താങ്ങാതെ ഇരിക്കില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ആ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായി നമ്മുടെ സ്കൂളിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ TS സിദ്ദിഖ് അവർകൾ. അദ്ദേഹത്തെ സ്കൂളിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പദ്ധതി വിശദീകരണം നടത്തുന്നതിനായി നമ്മുടെ BRC തലത്തിൽ നിന്നുള്ള BPC BRC അടിമാലിയിലെ ശ്രീമതി അപർണ നാരായണൻ അവർ. നമ്മുടെ ഈ പദ്ധതിയുടെ നടത്തിപ്പിന് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ ഫോൺ എടുക്കുകയും കാര്യങ്ങളെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കി തരികയും എല്ലാം ചെയ്തിട്ടുള്ള ശ്രീമതി അപർണ നാരായണൻ അവர்களെ പദ്ധതി വിശദീകരണത്തിലേക്കായിട്ട് നമ്മുടെ ഈ സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹവും നമ്മുടെ കഴിഞ്ഞ മീറ്റിംഗിലെല്ലാം നമ്മുടെ വാർഷികത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം വേറൊരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ LP സെക്ഷന്റെ റൂഫ് ഒരെണ്ണം പണിത് തരാമെന്ന് എന്നെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചറിയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും നല്ല ഒരു നിറഞ്ഞ കൈയടി കൊടുത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീമതി ഷൈനി റജി അവർ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ മെമ്പറായിരുന്നു. മെമ്പർ നമ്മുടെ സ്കൂളിന് വേണ്ടി തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ്. ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ഓഡിറ്റോറിയം, ഗേറ്റ്, എനിക്ക് തോന്നുന്നു താഴത്തെ ടൈൽ പാകിയതും ഒക്കെ അദ്ദേഹത്തിന്റെ കാലയളവിലാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഷൈനി റജി മാഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സഹോദരി തുല്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ആരും അങ്ങനെയൊന്നും നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിനോട് പെരുമാറി കണ്ടിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടിയും വളരെ കരുതലോടുകൂടിയും വളരെ പ്രോത്സാഹനവും തരുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീമതി ഷൈനി റജി അവர்களെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സോയിമോൻ സണ്ണി. ഞാൻ ആ മുഖം ആദ്യമായി കണ്ടത് ഞാൻ ഫസ്റ്റ് ഡേ ഈ സ്കൂളിൽ ചാർജ് എടുത്ത ദിവസം ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം കഞ്ഞിക്കുഴിയിലേക്ക് പോയി അവിടെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടു. ആളുകൾ എന്നെ പരിചയപ്പെടുത്തി തന്നു. പിന്നീട് ചടങ്ങിലേക്ക് നമ്മൾ സോയിമോൻ സണ്ണി സാറിനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ലൈക്കൊക്കെ തന്ന് എത്തിച്ചേർന്നേക്കാം ടീച്ചറെ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്കൂളിനെയും അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് അതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ സ്മരിക്കുകയും നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തെയും സോയിമോൻ സണ്ണി അവരുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തെയും സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന അനീഷ് മാത്യു സാർ, BPC BRC 3. അദ്ദേഹത്തെ കുറിച്ചും പറയാൻ ആദ്യം അപർണ സാറിനെ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക്. എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥർ, അതിലുപരിയായിട്ട് ഒന്നും ഒരു വിശേഷണവും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിനും സപ്പോർട്ട്, ഏതിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ശ്രീ അനീഷ് മാത്യു സാറിനെ ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കുമാരി സോന ട്രീസ ജോബി. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് അല്ലെ. കൊച്ചു കുട്ടികളെ പോലെ എല്ലാ കാര്യത്തിലും ഓടി നടന്ന വളരെ ആർജവത്തോടുകൂടി, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ ഓരോ പുരോഗതിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കുമാരി സോന ട്രീസ ജോബിയെയും നമ്മുടെ ഈ സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന അടുത്ത വ്യക്തി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ മനോജ് PM അവരുടെയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ വാക്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രൊജക്ട് ഈ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നൊരു വാക്കേ പറയാനുള്ളൂ. ആദ്യ അവസാനം മുതൽ A to Z കാര്യങ്ങളിൽ നമ്മോടൊപ്പം നിന്ന് ഒരു PTA പ്രസിഡന്റിന്റെ പത്രാസും പദവിയും ഒന്നുമില്ലാതെ എന്നോടൊപ്പം നമ്മുടെ സ്റ്റാഫിനോടൊപ്പം സഹകരിച്ച് എന്തു പണിയും ചെയ്ത് അടിച്ചു വാരുക എന്ന പണി മുതൽ, അത് മോശമെന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ PTA പ്രസിഡന്റുമാർ സാധാരണ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ PTA പ്രസിഡന്റ് അതാണ്. എല്ലാ പണികൾക്കും എല്ലാത്തിനും നമ്മുടെ ഒപ്പം നിന്ന ശ്രീ മനോജ് PM അവരുടെ ഞാൻ ഔദ്യോഗികമായിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അല്ലാതെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം ഈ സ്കൂളിന്റെ ജീവനാഡിയാണ്. ശ്രീ മനോജ് PM അവരുടെ സ്വാഗതം ചെയ്യുന്നു. 7ാം വാർഡ് നമ്മുടെ വാർഡിലെ മെമ്പറായിട്ടുള്ള ശിവൻ കോഴിക്കമാലിൽ. ഇവരൊക്കെ ഇപ്പോൾ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ കൂടിയും ആദ്യ ദിവസം തന്നെ, നമ്മുടെ സ്കൂളിൽ എത്തിയ ദിവസം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്താങ്ങിക്കൊണ്ട് സഹകരിച്ചുകൊണ്ട് എല്ലാ വാഗ്ദാനങ്ങളും നൽകി അത് നടപ്പാക്കാം എന്ന് ഏറ്റുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ശിവൻ കോഴിക്കമാലിൽ ശിവൻ ചേട്ടൻ, അദ്ദേഹത്തെ നമ്മുടെ സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. 8ാം വാർഡ് മെമ്പർ നമ്മുടെ ആൽപ്പാറ വാർഡിലെ മെമ്പറാണ് ശ്രീമതി സന്ധ്യ രാജേഷ്. അദ്ദേഹത്തെയും നമ്മുടെ ആൽപ്പാറയിലുള്ള ഏക ഗവൺമെന്റ് സ്ഥാപനമാണിത്. അപ്പൊ ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി തങ്ങളാൽ ആവുന്ന വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീമതി സന്ധ്യ രാജേഷ് അവരുടെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സിമി ചെറിയാൻ സീനിയർ അസിസ്റ്റന്റ് ആണ് നമ്മുടെ സ്കൂളിൽ. സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നതിലുപരി ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യനിർവഹണത്തോടുകൂടി വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു സീനിയർ അസിസ്റ്റന്റ് ആണ് എനിക്കുള്ളത്. അദ്ദേഹം ഇല്ലെങ്കിൽ എനിക്ക് പകുതി കാര്യങ്ങളും ഈ സ്കൂളിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ സ്കൂളിലെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ അറിവുള്ള വ്യക്തി പുതുതായി ചാർജെടുത്ത് വരുന്ന ഒരു HMനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സീനിയർ അസിസ്റ്റന്റ് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ സിമി ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്ന അതിനായി എത്തിച്ചേർന്നിട്ടുള്ള സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ശൈലജ BP ടീച്ചർ. ടീച്ചറിനെ പറ്റി പറയാനാണെങ്കിലും അടുത്ത വർഷം റിട്ടയർമെന്റ് ആണ്. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് ഈ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഇദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് ഒരു 9 മണി 9:30 മണി രാത്രി. അതെന്തായിരിക്കും അല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ടീച്ചർ എന്തിനാ ഇവിടെ നിന്ന് കഞ്ഞിയൊക്കെ വയ്ക്കുന്നുണ്ടോന്നോ? അതല്ല, ടീച്ചർ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടിച്ചു വാരുക, ക്ലീൻ ചെയ്യുക, ഓരോന്ന് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കാലിലൊക്കെ നിറച്ച് നീരാണ്. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ കയറി കിടക്കുക, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ പണിയെല്ലാം ചെയ്ത് മടുത്തിട്ടാണ്. ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ് ശൈലജ ടീച്ചർ. എങ്കിൽ പോലും ഇത് പ്രീ പ്രൈമറി കുട്ടികൾക്ക് LP സെക്ഷനിലേക്ക് വേണ്ടുന്ന ഒരു വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി അവർക്ക് വേണ്ടി ഉള്ളതായെങ്കിൽ കൂടിയും ഞാനൊരു ഹൈസ്കൂളിലെ അധ്യാപികയാണല്ലോ, ഞാൻ പിന്നെ എന്തിന് ഇതിനെല്ലാം സഹകരിക്കണം എന്നൊന്നും ചിന്തിക്കാതെ ഇത് എന്റെ സ്കൂള്, ഇത് നമ്മുടെ സ്കൂള് എന്ന് കരുതിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി ഓടി നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന, എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല, അത്രയ്ക്ക് എന്നോട് ചേർന്ന് ചെന്ന് ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കുചേർന്ന സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ശൈലജ ടീച്ചറിനെ വ്യക്തിപരമായ പേരിലും സ്കൂളിന്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് മാസ്റ്റർ ബ്ലസൻ ബിനോയ് സ്കൂൾ ലീഡറാണ്.
അദ്ദേഹം കുട്ടികളുടെ ലീഡർ, കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂൾ മുറ്റത്ത് കൂടി ഓടി നടന്ന് SSLC-കാരനാണ്. ഈ വർഷത്തെ റിസൾട്ട് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു റിസൾട്ടാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന ബ്ലസൻ ബിനോയിയെ ഹർദമായി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന പ്രീ പ്രൈമറിയിലെ സൂസമ്മ ടീച്ചറാണ്. ടീച്ചറെയും സ്കൂളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപിൽ നിൽക്കുന്ന ടീച്ചറിനെയും സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കുറെ വ്യക്തികളെ എനിക്ക് ഈ പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഈ വേദിയിൽ. നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ആഷ്ന, നിഷ, SMC ചെയർമാൻ അനീഷ്, അങ്ങനെ നമ്മുടെ SMC PTA-യിലുള്ള എല്ലാ അംഗങ്ങളും, പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും നല്ലവരായിട്ടുള്ള നാട്ടുകാർ, രക്ഷിതാക്കൾ, ഇവരെയെല്ലാം ഞാൻ ഒറ്റ വാക്കില് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ദി സ്നീക്ക് ഇന്റർപ്ലേ എക്യുപ്മെന്റ്സ് ചൂണ്ടി നമുക്ക് പുറംകളിയുടെ ഉപകരണങ്ങൾ നൽകിയത് അവരാണ്. ഇടുക്കി ജില്ലാ എക്സ് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പെയിന്റിംഗ് മെറ്റീരിയൽ അവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തത്. മഴവിൽ ചേലച്ചുവട് ജിനോബി ഷെൽഫുകളും സ്റ്റാൻഡുകളും ഒക്കെ നമുക്ക് നിർമ്മിച്ചു തന്നത് അദ്ദേഹമാണ്. അലങ്കാർ കർട്ടൻ പ്രോഡക്ട്സ് മൂവാറ്റുപുഴ, യെല്ലോ ഫാഷൻ രാജകുമാരി, കുഞ്ഞരകിലേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അവരാണ് നമുക്ക് സെലക്ട് ചെയ്ത് തന്നത്. കീഴ്മാട് ഖാദി സൊസൈറ്റി തൃക്കളത്തൂർ, അത് ചട്ടികൾ അവിടെ നിന്നാണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത്. കൃപ മരിയ ഇൻഡസ്ട്രീസ് മെറ്റൽ, കട്ട മുതലായ വസ്തുക്കളെല്ലാം അവിടെ നിന്നാണ് എടുത്തത്. TT ഏജൻസീസ്, നവലോക ടെക്സ്റ്റൈൽസ്, റെജീന സ്റ്റേഷനറീസ്, ബോസ്കോ ക്ലേ പ്രൊഡക്ട്സ് കീഴ്മാട്, അരുൺ ജോസ് നമ്മുടെ പേരന്റാണ്, നമ്മുടെ 3 മക്കളുടെ പേരന്റാണ്. പാലം, ബെഞ്ച്, പൂച്ചട്ടി വെക്കുന്നതിനുള്ള സ്റ്റാൻഡ് എന്നിവയൊക്കെ അദ്ദേഹമാണ് നമുക്ക് നിർമ്മിച്ച് നൽകിയത്. സൈറ ലേഡീസ് കളക്ഷൻ തൊടുപുഴ, സെന്റ് ജോർജ് ഹാർഡ്വെയർ കരിപ്പൻ, ക്രിസ്റ്റൽ സൂപ്പർ മാർക്കറ്റ് തൊടുപുഴ, ഫൈൻ പേപ്പർ മാർക്കറ്റ് തൊടുപുഴ, ജനതാ ഹാർഡ്വെയർ തൊടുപുഴ, കളിപ്പാട്ടം, അജി കാഞ്ഞാർ തൊടുപുഴ, KKB ഏജൻസീസ്, ഗുഡ് ഹോം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കല്ലാർകുട്ടി, MR ബ്രദേഴ്സ് അടിമാലി, നാച്ചുറൽ ഗാർഡൻസ് തൃക്കളത്തൂർ, നളന്ദ ബുക്ക് സ്റ്റാൾ അടിമാലി, SR ലാബ് തൊടുപുഴ, രാജകുമാരി അഗ്രോ, പാറേക്കുടിയിൽ ബിൽഡിംഗ്സ്, കൊട്ടാഞ്ചേരി സൂപ്പർ മാർക്കറ്റ്, പൊട്ടനാനിക്കൽ സ്റ്റോഴ്സ്, B&S മൊബൈൽ ഷോപ്പ്, പുന്നക്കുന്നേൽ ട്രേഡേഴ്സ്, കവലയ്ക്കൽ ഗ്ലാസ് ഹൗസ്, പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ കടകളുടെ രമണൻ ചേട്ടന്റെ കട, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വേണ്ടുന്ന വസ്തുക്കളെല്ലാം വാങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മോടൊപ്പം നിന്ന് ഇതിനെ പ്രയത്നിച്ച സോനു M പാറശ്ശേരിൽ, മനോജ് PM പാറശ്ശേരിൽ, ബെന്നി ചേട്ടൻ, ഷിജോ, അനിൽ, ജോർജ് ഐക്കരക്കുഴി, അരുൺ ജീപ്പ് ഡ്രൈവർ, ടിജു വർഗീസ്, സോമൻ ചേട്ടൻ, ടിനു, അച്ഛൻകുഞ്ഞ് ചേട്ടൻ, രമണൻ ചേട്ടൻ, പെപ്സൺ മെന്റേഴ്സ്, പ്രവീൺ ദാസ്, റോസമ്മ പോൾ തുടങ്ങി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും നമ്മുടെ ഈ സ്കൂളിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിലുപരിയായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്, ഞാൻ ഏറ്റവും അവസാനം സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ ഈ സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജോസിയേട്ടന്റെ ഒരു കരവിരുതാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങൾ കാണുന്നത്. അതായത് സത്യത്തിൽ പറഞ്ഞാൽ 3-4 പേരുടെ ഒരു ഐഡിയയും ബാക്കി എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഒത്തൊരുമിച്ച പ്രവർത്തനവും കൂടിയായപ്പോൾ, അതായത് PTA പ്രസിഡന്റ് ജോസിയേട്ടൻ, പിന്നെ എൻ്റെ ഒരു ചെറിയ പങ്ക് അതിനകത്തുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട അധ്യാപകരുണ്ട്, അവരെ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. പർച്ചേസ് ചെയ്യാനായിട്ട് എന്നോടൊപ്പം വന്ന സീനിയർ അസിസ്റ്റന്റ് സിമി ടീച്ചർ, രമ്യ ഗോപൻ ടീച്ചർ, അനൂപ് സാർ, വണ്ടിയൊക്കെ ആയിട്ട് എറണാകുളത്തിൽ വന്ന അനൂപ് സാർ, പിന്നെ നമ്മുടെ ബിനോയ് സാർ, പിന്നെ ആരാണ് സൂസമ്മ ടീച്ചർ, അങ്ങനെ ശൈലജ ടീച്ചർ, അങ്ങനെ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിന് പിന്നിൽ. അവരുടെയൊക്കെ പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഓഫീസ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവരുടെയും പ്രവർത്തനം, നമ്മുടെ പാചകപ്പുരയിലെ ഷേർലി ചേച്ചി,
അങ്ങനെ അങ്ങനെയുള്ള ബസ് ഡ്രൈവർ എല്ലാവരുടെയും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാന്യനായ ജോസി ഏട്ടനെ നമ്മുടെ ഒരു ചെറിയ ഉപഹാരം സ്വീകരിക്കുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭരണകൂടാതെ ഉദ്ഘാടനത്തിന് എത്തിയ പ്രിയപ്പെട്ടവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ TS സിദ്ദിഖ് അവർ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ശ്രീമതി ഷൈനി റജി, ശ്രീ സോയിമോൻ സണ്ണി, ശ്രീ അനീഷ് മാത്യു, ശ്രീ സോന ത്രിസംഗി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, ഏറ്റവും പ്രിയ കുഞ്ഞുമക്കളെ, വിശദമായ കാര്യങ്ങളെല്ലാം HM സ്വാഗതം ആശംസിച്ചപ്പോൾ പറയുകയുണ്ടായി. എന്തായാലും ഈ നാടിന് വളരെയധികം കൗതുകമുണർത്തുന്ന, നന്നായിട്ട് വളരെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചിട്ടുള്ള ഭരണകൂടാരമാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം ഞങ്ങൾ വിശദമായി കാണുകയുണ്ടായി. എന്തായാലും കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് അറിവ് പകരാനും കളിക്കാനും വളരാനുമുള്ള നല്ല സാഹചര്യം ഇതിനകത്തുണ്ട്. ടീച്ചർ പറഞ്ഞു, ഇതിൽ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. എങ്കിലും വളരെ പ്രധാനമായും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട 2 പേരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് PTA പ്രസിഡന്റ്, രണ്ടാമത് ജോസ് കുളക്കുറ്റി. ഇവരെ 2 പേരെയും പഞ്ചായത്തിന്റെ പേരിൽ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ ജോസ് കുളക്കുറ്റി എൻ്റെ തൊട്ട് അയൽവക്കമാണ്. ഞങ്ങൾ ഒരു കുടുംബം പോലെയുള്ള ആൾക്കാരാണ്. വളരെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഉയർച്ചയിൽ എത്തുമായിരുന്നു എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വളരാൻ സാധിക്കാത്ത ഒരുപാട് പേര് പഴയ തലമുറയിലുണ്ട്. ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം വരികയില്ല. തീർച്ചയായിട്ടും അവർക്ക് വളരാനുള്ള ഒരുപാട് അവസരങ്ങൾ സ്കൂളുകളിലും സമൂഹത്തിലും എല്ലാം ഉണ്ട്. വളരെ നന്നായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭരണകൂടാരം അടുത്ത വർഷം എന്തായാലും ഈ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ അറിവ് വളരാനും കളിക്കാനും ഒക്കെ ഒരുപാട് ഞങ്ങളതെല്ലാം കയറി കാണുകയുണ്ടായി. വളരെ നന്നായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് കളിയാണല്ലോ ഏറ്റവും താല്പര്യമുള്ള വിഷയം. അതിനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ ഈ ഭരണകൂടാരവും ഈ സ്കൂളും ഈ നാടിനും പഞ്ചായത്തിനും ഏറ്റവും നല്ല രീതിയിൽ പേരുണ്ടാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഠനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TS സിദ്ദിഖ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മനോഹരമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കോമറ മോഹൻദാസ്, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുഖ്യ പ്രഭാഷണം നടത്തുന്ന പൊതു PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഈ ഡിവിഷന്റെ മെമ്പർ കൂടിയായ ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി റജി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സോയിമോൻ സണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ കുമാരി സോന ട്രീസ ഗോപി, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ശിവൻ ചോദിക്കാമതി, ശ്രീമതി സന്ധ്യ രാജേഷ്, നമ്മുടെ ഈ സ്കൂളിൽ HM ഇവിടെ സ്വാഗതം ആശംസിച്ച വളരെ മനോഹരമായി ഇവിടെ സ്വാഗതം ആശംസിച്ച ഒരാളെ പോലും വിട്ടുപോകാതെ സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സീമ വില്യൻ, നമ്മുടെ ഇവിടെ ഈ പദ്ധതി വിശദീകരണത്തിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന BRCയുടെ BPC
ശ്രീമതി അപർണ നാരായണൻ. ശേഷം ഈ വേദിയിൽ സദസ്സിലുമായിട്ടുള്ള അധ്യാപകരെ, അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്റെ മുന്നിലിരിക്കുന്ന കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗിക ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം ഈ സമയം വരെ ഇപ്പോൾ നിരവധിയായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളിലും അതേപോലെ പൊതുപരിപാടികളിലും പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ മനോജ് ഞങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്തിൽ വന്ന് നേരിട്ട് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റു പരിപാടികളിലെല്ലാം ഫോണിൽ കൂടിയും ഒക്കെ ആയിരുന്നു ക്ഷണിച്ചത് എങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി മനോജ് ക്ഷണിച്ചത് വന്ന് നേരിട്ട് വന്ന് ക്ഷണിക്കുകയുണ്ടായി. അതിനുശേഷം സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ഫോണിൽ വിളിക്കുകയും, ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ഇവിടുത്തെ മെമ്പറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ ടീച്ചർ. അപ്പോൾ എന്നെ ഒന്നും ഒഴിവാക്കത്തില്ല, അന്ന് നിരവധി പരിപാടികൾ വേറെ. ഇപ്പോൾ ഇന്ന് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയാണ്. പരമാവധി 10:30 വരെ ഞങ്ങൾക്ക് അതിനകത്ത് സമയം തോന്നും. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പൈസ ഒന്ന് വരണം, ഈ സ്കൂളിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ശരി, ഏൽക്കുകയും. പക്ഷേ ആ ക്ഷണം ഞാൻ നിരസിച്ചായിരുന്നെങ്കിൽ വളരെ വലിയൊരു നഷ്ടം എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുമായി ഒരു മത്സരത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി, അല്ല അവരുമായി മത്സരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഗവൺമെന്റ് മാറി വരുന്ന ഗവൺമെന്റുകൾ നിരവധിയായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ ആ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും ആ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഏത് പദ്ധതിക്ക് വേണ്ടി പണം വിനിയോഗിക്കുന്നു ആ പദ്ധതികളെല്ലാം 100% അതിന്റെ ആ അർത്ഥതലത്തിൽ അത് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഞാനും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടി ഒരുമിച്ചായിരുന്നു വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ശ്രീമതി ഷൈനി റെജിമൻ ഇവിടുത്തെ ഡിവിഷൻ മെമ്പറായിരുന്നു, ഞാൻ സൂചിപ്പിച്ചു വളരെ മനോഹരമായിരിക്കുന്നു തന്നെയാണ്. കാരണം ഈ BRCയുടെ കീഴിൽ തന്നെ വർണ്ണക്കൂടാരം വേറെയും ഞാൻ കണ്ടിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വർണ്ണക്കൂടാരം ഒക്കെ സന്ദർശിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ ഒരു ഇതിന്റെ ഭാഗമായിട്ടൊക്കെ നടന്നു പോകുന്ന കാര്യങ്ങളാണല്ലോ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും മനോഹരമായി ഈ വർണ്ണക്കൂടാരം പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയ ഇതിന്റെ ഭാരവാഹികളെയും PTA ഭാരവാഹികളെയും അതേപോലെ സ്കൂൾ മാനേജ്മെന്റിനെയും അതിന് നേതൃത്വം നൽകിയവരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ അർപ്പിക്കുന്നു. അപ്പോ നമുക്ക് ഒരു പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന പണം, അല്ലെങ്കിൽ അതിനു വേണ്ടി നൽകപ്പെടുന്ന പണം, അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണമാണ് ഈ സ്കൂളിന്റെ ഭാരവാഹികൾ, ഇതിന് നേതൃത്വം നൽകിയവർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും സമയക്കുറവുകൊണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ കൂടി പറയണമെന്ന് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ സമയക്കുറവുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇത്രയും മനോഹരമായി നമ്മുടെ കുഞ്ഞു മക്കളുടെ ഒന്നാം ക്ലാസ്സിലേക്കുള്ള LKG UKG ആയിട്ടുള്ള ചെറിയ കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ, അവർക്ക് ഈ സ്കൂളിലേക്ക് കടന്നു വരുവാൻ അവർക്ക് ഉത്സാഹം ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഈ വർണ്ണക്കൂടാരത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ പരിപാടികൾ, അതേപോലെ ഇവിടെ സൂചിപ്പിച്ചവരെ നമ്മൾ അംഗീകാരം കൊടുത്ത ദിവസം ഉൾപ്പെടെയുള്ള ഇതിനു വേണ്ടിയിട്ട് ഒരു കരിയില എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും അർപ്പണ മനോഭാവത്തോട് സമർപ്പണത്തോടു കൂടി മറ്റ് യാതൊരു ചിന്തകൾക്കും ഇട കൊടുക്കാതെ അത് നടപ്പിലാക്കിയവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതി ഔപചാരിക ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ജയ് ഹിന്ദ്.
പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെ ക്ഷണിക്കുന്നു. ഭരണകൂടാരം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്തിൽ അതിന്റെ വൈസ് പ്രസിഡന്റ് ടി സുധി അവറുകൾ, അധ്യക്ഷത വഹിക്കുന്ന ഇടുക്കി ഗ്രാമപഞ്ചായത്ത് അതിന്റെ പ്രസിഡന്റ് ശ്രീ കോമള മോഹൻദാസ്, ശ്രീമതി അപർണ നാരായണൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി റജി, ഇടുക്കി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ സോയിമോൻ സണ്ണി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കുമാരി സോണ ട്രീസ ജോബി, ശ്രീ അനീഷ് മാത്യു, PTA പ്രസിഡന്റ് ശ്രീ മനോജ് ടി, ഈ വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീ ശിവൻ പുളികാമറയിൽ, സന്ധ്യ രാജേഷ്, സിമി ചെറിയ, ശൈലജ BP, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ആദ്യമായി തന്നെ ഈ വർണ്ണക്കൂടാരം ഈ പരിപാടി ഇത്ര ഭംഗിയായി നിർവഹിച്ച ഇവിടുത്തെ PTA-ക്കും ഇവിടുത്തെ അധ്യാപകർക്കും നോൺ ടീച്ചർ സ്റ്റാഫുകൾക്കുമെല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. പ്രൈമറി സ്കൂളിലെ കുട്ടികളൊന്ന് കൈവന്നോ? ആരും ശ്രദ്ധിക്കുന്ന പോലും. പ്രൈമറി സ്കൂളിലെ കുട്ടികൾ കൈവക്കേ? 1 മുതൽ 4 വരെയുള്ളത് ഭരണക്കൂടാരം കണ്ടോ? എവിടെ ഇഷ്ടപ്പെട്ടോ? എന്നാക്കുണ്ട്? കുറെ സാധനങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടു? അപ്പൊ ടീച്ചറിനും PTA പ്രസിഡന്റിനും നല്ല കൈയ്യടി കൊടുത്തു. ഏതായാലും നല്ല രീതിയിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. വൈസ് പ്രസിഡന്റും എനിക്കും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്തിന്റെ കമ്മിറ്റിയുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ HMന്റെയും PTA പ്രസിഡന്റിന്റെയും ആവശ്യപ്രകാരം നമ്മുടെ പ്രൈമറി സ്കൂളിന്റെ റൂഫിങ്ങിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എൻ്റെ 15 ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം മാറ്റിവെച്ചത് ഈ മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ PTA അംഗങ്ങളെയും അറിയിക്കുന്നു. ഈ പരിപാടി സ്കൂളിൻ്റെ നാളുകളിലുള്ള പ്രവർത്തനങ്ങൾ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എൻ്റെ പൂർണ്ണമായ സപ്പോർട്ടും അംഗീകാരം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഷൈനി റജി അവരുടെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കോമള മോഹൻദാസ് അവർ, ഈ വർണ്ണക്കൂടാര പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TA സിദ്ദിഖ് അവർ, മറ്റു വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് മെമ്പർമാര്, അധ്യാപകര്, PTA കമ്മിറ്റി അംഗങ്ങള്, പ്രിയമുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ സ്വന്തം വീട് പോലെ കരുതിയ ഒരു വിദ്യാലയം, അവിടെ വർണ്ണക്കൂടാരം ഇന്ന് വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾ പോകുമ്പോൾ അതിൻ്റെ കുറേ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ, എങ്കിലും ഇന്ന് വന്ന് അതിൻ്റെ ഉള്ളിലെല്ലാം കയറി കണ്ടപ്പോൾ ശരിക്കും എന്തോ ഒരു മായാലോകത്തിൽ പ്രവേശിച്ച പോലെ ഒരു അനുഭവമായിരുന്നു. കുട്ടികൾക്കൊക്കെ അത് ഒരു പാർക്ക് പോലെ. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ചെന്ന രക്ഷിതാക്കളോടൊക്കെ പാർക്കിൽ പോകണമെന്ന് പറയും. ഇനി അത് എനിക്ക് രാവിലെ 9 മണി തുടങ്ങി വൈകുന്നേരം 4 മണി വരെ പാർക്കിൽ ഇരിക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും അത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. ഏതായാലും ഇതിനു വേണ്ടി പ്രയത്നിച്ച അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ മനുഷ്യേട്ടന്, ജോസിയേട്ടന്, ഇവരെല്ലാവരെയും ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ്. കാരണം അത്രയും മനോഹരമായിട്ട് മനസ്സിൽ കലാപരമായ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ അതോടെ പ്രകടമാക്കി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു തെളിവാണ് വർണ്ണക്കൂടാരം. അത് ജോസേട്ടൻ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ആളുകൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇനിയിപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പറഞ്ഞു ഇവിടെ ഒരു
റൂഫിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ ഈ ബിൽഡിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കറണ്ടിന്റെ ചെയ്യാനായിട്ടുള്ള ഫണ്ട് നമുക്കില്ലായിരുന്നു. ഇവിടെ ഒരു വയറിംഗ് കൂടെ ചെയ്യുന്ന കാര്യം ടീച്ചർ ഒന്ന് ഫ്രാൻസിസിനെ ഓർമ്മിപ്പിക്കണം. കാരണം ഇപ്പോൾ അതിരിക്കുന്ന ചൂടുണ്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2-3 ഫാനും ഒക്കെ പിടിച്ച് കറണ്ടിന്റെ ചെറിയ കണക്ഷനൊക്കെ ആക്കുവാണെങ്കിൽ അതിവിടെ നമുക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് കൂടാനുള്ള ഒരു ഹാളുണ്ട്. നമ്മുടെ സമയത്ത് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കുന്നത്, ഡിജിറ്റൽ ബോർഡ്, ഇതിന്റെ എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂളില് അനിവാര്യമായ സ്കൂളുകൾ ഓരോ ഡിവിഷൻ തിരിച്ച് ഓരോ സ്കൂളുകളിലേക്ക് കൊടുക്കും. അതിനുവേണ്ടി ഏറ്റവും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്. കാരണം കുട്ടികളുടെ ആരോഗ്യക്ഷേമം എല്ലാം നോക്കി പ്രവർത്തിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാനും നമ്മുടെ വൈസ് പ്രസിഡന്റ് മറ്റ് ഭരണസമിതി അംഗങ്ങളെല്ലാം വളരെയേറെ പരിശ്രമിക്കുന്നു. നമ്മുടെ സ്കൂളിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പോകേണ്ടതുണ്ട്. ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഭരണകൂടാരം പദ്ധതിയുടെ പദ്ധതി വിശദീകരണത്തിനായി അടിമാലി BRCയുടെ BPC ശ്രീമതി അപർണ നാരായണൻ മേഡം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനിയായ കന്നിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം മോഹൻദാസ് അവர்கள், നമ്മുടെ ഭരണകൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തിയ ഏറ്റവും ബഹുമാനായ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TS സിദ്ദിഖ് അവർ, നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഈ സ്കൂളിലെ HM, PTA പ്രസിഡന്റ്, അധ്യാപകർ, അനധ്യാപകർ, അതുപോലെ നമ്മുടെ ഈ വർണ്ണക്കൂടാര ചടങ്ങ് വളരെ ആകാംക്ഷയോടുകൂടി വന്ന് നമ്മുടെ ഈ ചടങ്ങ് അറ്റൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇപ്പൊ തന്നെ നമ്മുടെ മക്കള് ഇത്രയും പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് ഒരു ക്ഷമ ഇച്ചിരി വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും നമ്മൾ താഴെയുള്ള ഭരണകൂടാരം എല്ലാവരും പോയി കണ്ടു. അപ്പൊ കണ്ടപ്പോ ഇവിടെ പ്രസംഗിച്ചു പോയ ജനപ്രതിനിധികൾ എല്ലാവരും, പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഭരണകൂടാരം ചിട്ടപ്പെടുത്തിയപ്പോൾ അതിന്റെ എത്ര ഉന്നതിയിലാണോ ആ ചിട്ടപ്പെടുത്തൽ എന്ന് പ്രത്യേകം സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ സമഗ്ര ശിക്ഷ കേരള, ഞങ്ങളെല്ലാം അതിന്റെ പ്രതിനിധികളാണ്. ഇത് സ്റ്റാർസ് പദ്ധതിയാണെന്ന് കൂടി സൂചിപ്പിച്ചു. അങ്ങനെ പ്രീ പ്രൈമറി വിദ്യാലയങ്ങൾ, അതായത് ഓണറേറിയം മേടിക്കുന്ന, സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്ന 16 പ്രീ പ്രൈമറി നമ്മുടെ അടിമാലി BRCയുടെ കീഴിലുണ്ട്. ഇതിലെ 15 ഇടത്തും ഇപ്പോൾ ഈ വർണ്ണക്കൂടാരം വിദ്യാഭ്യാസ വകുപ്പിന്റെയും SSKയുടെയും ഭാഗമായി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു തുകയല്ല, എല്ലാവർക്കും അറിയാം. 10 ലക്ഷം രൂപയാണ് ഈ ഒരു വർണ്ണക്കൂടാരം എന്ന പേരിൽ വിദ്യാലയങ്ങളിലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ആലോചിക്കണം, നമ്മുടെ ഈ പ്രീ പ്രൈമറി മക്കളുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ശാസ്ത്രീയമായ അനുഭവം നൽകിക്കൊണ്ട് പ്രത്യേക കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ നല്ലൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആകർഷണം തോന്നുന്ന വർണ്ണക്കൂടാരം എന്ന പേരിട്ട് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോഴാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ആ പേരിനെ അല്ലെങ്കിൽ തന്ന തുകയെ അർത്ഥവത്താക്കിക്കൊണ്ട് തന്നെയാണ് ഈ GHS കന്നിക്കുഴിയിൽ ഈ വർണ്ണക്കൂടാരം ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. നമ്മൾ സാധാരണ LKG UKG പഠിക്കുന്ന മക്കള് അവരിങ്ങനെ ആട്ടവും പാട്ടും ഒക്കെ പാടി
അങ്ങനെ പഠിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തെ അങ്ങനെ അങ്ങ് മനസ്സിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ? ഒരു പ്രൈമറി വിദ്യാലയം 1ാം ക്ലാസ് മുതൽ അവരങ്ങ് പഠിക്കട്ടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എന്നൊരു കാഴ്ചപ്പാട് സാധാരണമായി ഉണ്ട്. പക്ഷേ നമ്മൾക്കറിയാം ഈ പ്രീ പ്രൈമറി ആണ് ഇവരുടെ അടിസ്ഥാനം. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് പ്രീ പ്രൈമറി മുതൽ, അതായത് നമ്മൾ പറയും -2 മുതൽ +2 വരെയുള്ള ആ പഠനത്തിൽ കൃത്യമായി ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻപോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് ഈ കുട്ടികൾക്ക് നമ്മുടെ പ്രാദേശികമായ ചില സംസ്കാരങ്ങൾ, അതുപോലെ സാംസ്കാരികമായ ചില കാര്യങ്ങൾ, ഭിന്നശേഷി സൗഹൃദമായ ഇടങ്ങൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ വർണ്ണക്കൂടാരം മുൻപോട്ട് പോകും. അപ്പൊ നമ്മുടെ ഈ വർണ്ണക്കൂടാരത്തിന് 13 ഇടങ്ങളാണുള്ളത്. നേരത്തെ എല്ലാവരും കണ്ടു, അകംകളിയിടം, പുറത്ത് കുറെ പാർക്ക് എന്ന് നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ പാർക്ക് മാത്രമല്ല, അത് പഠിക്കാനുള്ള അല്ലെങ്കിൽ അനുഭവത്തിലൂടെ പഠിക്കാനുള്ള ഒരു ഇടം കൂടിയാണ്. ഇനി അകംകളിയിടമുണ്ട്, എല്ലാവരും കണ്ടു, നൂതന സാങ്കേതിക വിദ്യ ഇടം, അതുപോലെ വരച്ച് പഠിക്കാനുള്ള ഇടം, അതുപോലെ ഭാഷാ വികസന ഇടം, കുറെ ലൈബ്രറി, ചെറിയ ചെറിയ മക്കൾക്ക് വായിച്ച് അല്ലെങ്കിൽ ഭാഷയെ വികസിപ്പിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ കണ്ടു. വരച്ച് പഠിച്ച് അവരുടെ അനുഭവങ്ങളെ തെളിയിക്കാനുള്ള ഇടം കണ്ടു. ഇനി ഒരു കർട്ടനൊക്കെ ഇട്ട് ടീച്ചർ പല പ്രാവശ്യം കുറെ കുഞ്ഞു കുഞ്ഞ് ഉടുപ്പുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു, കാണിച്ചു നമ്മളെ. അതേപോലെ ഒരു ഗ്രീൻ റൂം, ഇത് എന്തിനാണ് ടീച്ചറെ എന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അനുഭവം നൽകുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനെയെല്ലാം അവതരിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ്, അതിനെയാണ് കുഞ്ഞരങ്ങ്. നമ്മൾ സ്റ്റേജ് കണ്ടില്ലേ, അതിന്റെ സൈഡിൽ ഒരു ചെറിയൊരു മറ പോലെ ടീച്ചർ നല്ല കർട്ടനൊക്കെ ഇട്ട് ഈ അധ്യാപകരെല്ലാം നന്നായി അത് സജ്ജീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആ മക്കൾക്ക് ദൃശ്യാവിഷ്കാരം അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ, ഒരു ഡോക്ടറും ഒരു പേഷ്യന്റും ഒരു രോഗിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനാണ് ആ കുഞ്ഞ് അന്ന് ആ അനുഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ അനുഭവത്തെ അവർ അവതരിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് നമ്മുടെ പ്രൈമറി 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ കാണും, UP-യിലെ മക്കള് കാണും, HS-ലെ മക്കള് കാണും. അങ്ങനെ ആ കുട്ടികൾക്ക് സർഗാത്മകമായ കഴിവിനെ ഒരുക്കുവാൻ വേണ്ടി സകലമാന ഇടങ്ങളിൽ അവർക്ക് ഉന്നതി ഉണ്ടാകണം. സമഗ്ര ഗുണമേന്മയിലൂടെ ആ മക്കൾ കടന്നു പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഇടങ്ങളെല്ലാം കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ മുൻപൊരിടത്ത് വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചടങ്ങിൽ ചെന്നപ്പോൾ പദ്ധതി വിശദീകരണത്തിൽ അകംകളിയിടം പുറംകളിയിടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അവിടെയുള്ള ജനപ്രതിനിധികൾ ചോദിച്ചു, ടീച്ചറെ ഇത് കളിയിടം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. നമ്മൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഈ കളിയിടങ്ങൾ മാത്രമല്ല, ഇതെല്ലാം വരകളിലൂടെ പഞ്ചേന്ദ്രിയ അനുഭവം. ചെറിയതായിട്ട് ഉപ്പ് വെച്ചിട്ടുണ്ട്, മുളക് പൊടി ടീച്ചറിൽ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ആ കുഞ്ഞുങ്ങൾ ഒന്ന് തൊടട്ടെ, ഒന്ന് വായിൽ വെച്ച് നോക്കട്ടെ, അവർക്കൊരു അനുഭവമുണ്ട്. അപ്പോ ഇതിനെല്ലാം തൊട്ടറിഞ്ഞ് മുൻപോട്ട് പോയി അവരെ ജീവിതത്തിന്റെ നല്ലൊരു മേഖലയിലേക്ക് എത്തിക്കാൻ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ മുൻപോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടാണ് വർണ്ണക്കൂടാരത്തിലൂടെ നമ്മൾക്ക് നൽകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പ്രീ പ്രൈമറിയിലെ വർണ്ണക്കൂടാരം നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ യുപിയിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കിട്ടിയില്ല, ഇനി വരും. അപ്പൊ ചെറിയ ചെറിയ സ്ക്രീൻ ചെയ്ത് ചില പള്ളിക്കൂടങ്ങളിലാണ് ജില്ലയിൽ കൊടുത്തിരിക്കുന്നത്. UP-യില് ക്രിയേറ്റീവ് കോർണർ, അതായത് പഴയരിക്കടം സ്കൂളിന് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോരോ സ്കൂളുകൾക്ക് പടിപടിയായി കൊടുത്തുകൊണ്ടാണ് ഈ സ്ട്രക്ചർ പോരുന്നത്. അപ്പോൾ അത് ക്രിയേറ്റീവ് കോർണർ എന്ന് പറഞ്ഞാൽ UP-യിലെ മക്കൾ സയൻസ് പഠിക്കുന്നുണ്ട്, ഗണിതം പഠിക്കുന്നുണ്ട്, അങ്ങനെ സോഷ്യൽ സയൻസ്, അങ്ങനെ വിവിധ മേഖലകൾ മക്കൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് കാണാതെ പഠിച്ച് അതെവിടെയെങ്കിലും പരീക്ഷയ്ക്ക് പേപ്പറിൽ എഴുതി വെച്ചായിരുന്നു നമ്മൾ മാർക്ക് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. നന്നായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്നായി പരിചയത്തിലൂടെ തൊട്ടറിഞ്ഞ് അനുഭവത്തിലൂടെയാണ് ആ മക്കൾ പേപ്പറിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ക്രിയേറ്റീവ് കോർണർ UP-യിലെ മക്കൾക്ക് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുകയാണ്. നന്നായിട്ട് മക്കൾ തുന്നും,
നല്ല ഡ്രസ്സ് തയ്ക്കും. കഴിഞ്ഞ ദിവസം പഴയക്കണ്ട ചെന്നപ്പോൾ കുട്ടികൾ ഡ്രസ്സ് തയ്ക്കാനുള്ള തുണിയിൽ ഡൈ ചെയ്യുന്നുണ്ട്. പിന്നെ കേക്ക് നിർമ്മാണം, അങ്ങനെ വിവിധ മേഖല, ഇലക്ട്രോണിക് ബൾബ് നിർമ്മാണം, ഇങ്ങനെ ഓരോ തൊഴിൽ മേഖലയെ ആ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുകയാണ്. അടുത്തത് പോവുകയാണ് ടിങ്കറിംഗ് ലാബ് എന്ന് പറയും. അത് ഹൈസ്കൂളിലേക്കും തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസത്തിനായി നൽകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ -2 മുതൽ, അതായത് പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള മക്കൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിലൂടെ പോകുന്നതിനാണ് ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും GHS കഞ്ഞിക്കുഴിയിലെ PTA പ്രസിഡന്റ്, അതേപോലെ നമ്മുടെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും നന്നായി പ്രയത്നിച്ച് ഇപ്പോൾ ഈ രീതിയിൽ നമ്മുടെ നാടിനായി, നമ്മുടെ പ്രീ പ്രൈമറി പഠിക്കുന്ന മക്കൾക്കായി, ഈ വിദ്യാലയത്തിലെ എല്ലാ മക്കൾക്കായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വിദ്യാഭ്യാസത്തിനായി നന്നായി ഉതകട്ടെ എന്ന് പറയുകയും, അതുപോലെ ഒരു പോയിന്റ് കൂടി, നമ്മുടെ BRCയിലെ 2 പ്രവർത്തകർ അധ്യാപകർ ഇവിടെയുണ്ട്, അനൂപ് സാറും അശ്വതി ടീച്ചർ. നന്നായി തന്നെ അവരവരുടെ മേഖലയിൽ അനൂപ് സാറിന്റെ ജോലി നന്നായി ഇവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ വർണ്ണക്കൂടാരം ഒരു സുപ്രഭാതത്തിൽ GHS കഞ്ഞിക്കുഴിയിലേക്ക് വന്നതല്ല എന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. മോഡേൺ പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ടും ഈ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ടും ഏത് പ്രോജക്റ്റ് വന്നാലും ആദ്യം ഇവിടുത്തെ ക്ലസ്റ്റർ കോർഡിനേറ്റർ അധ്യാപികയായ അശ്വതി ടീച്ചർ BRCയിൽ കൃത്യമായി നമ്മളോട് പറയും. കാര്യം എന്തോ ഒരു വാശി പോലെയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലേക്ക് അത് എത്തിക്കുവാൻ. ഇനിയും ടീച്ചർ എന്ത് പ്രോജക്റ്റ് വന്നാലും ടീച്ചർ പറയും എനിക്ക് ഇന്ന സ്കൂളിലേക്ക് വേണം. ആ ആവശ്യപ്പെടലും അതേപോലെ അനൂപ് സാറിന്റെ ആവശ്യപ്പെടലും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വർണ്ണക്കൂടാരം ഈ മേഖലയിലേക്ക് വന്നത് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ വർണ്ണക്കൂടാരം നന്നായി ഉപയോഗിക്കാൻ കഴിയട്ടെ, നല്ല പതിനാലായി വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി സോന ജ്യോതിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വർണ്ണക്കൂടാരത്തിന്റെ യോഗം അധ്യക്ഷത അലങ്കരിച്ച നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമള മോഹൻദാസ്, ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TS സിദ്ദിഖ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറെ ബഹുമാനിയരെ, ജനപ്രതിനിധികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അസൂയ തോന്നുക. കാരണം ഞാൻ പഠിച്ച സമയത്തൊന്നും ഇത്രയും മനോഹരമായ പ്രീ പ്രൈമറി സെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര അനുഗ്രഹമുള്ള കുട്ടികളായതുകൊണ്ട് എനിക്ക് ചെറിയൊരു കുശുമ്പ് തോന്നുക. എങ്ങനെ സന്തോഷമാണോ നിങ്ങൾക്ക്? വർണ്ണക്കൂടാരം കണ്ടപ്പോ എന്നാ തോന്നിയേ? അസൂയാണോ തോന്നിയേ? ഭയങ്കര സന്തോഷം തോന്നിയില്ലേ? കളിക്കാൻ കുറെ സാധനങ്ങളുണ്ട്. ഗാന്ധിജിയുടെ ഡ്രസ്സുണ്ട്, സുഭാഷ് ചന്ദ്രബോസിന്റെ ഡ്രസ്സുണ്ട്, കളർഫുൾ ആയ വെറൈറ്റി ഡ്രസ്സസ് ഉണ്ട് അല്ലെ? നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനവും സന്തോഷവുമുള്ള ഒരു ദിവസമാണ് ഇന്ന്. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കുരുന്നുകൾക്ക് വേണ്ടി ആരംഭിച്ച വർണ്ണക്കൂടാരം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു കുട്ടി വീട്ടിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് ചുവട് വെക്കുന്നത് വിദ്യാലയത്തിലേക്കാണ്. അതായത് അവരുടെ കംഫോർട്ട് സോണായോ അപ്പന്റെയും അമ്മയുടെയും തണലിൽ നിന്ന് ഒരു ദിവസത്തിന്റെ മെജോറിറ്റി ഭാഗം ചെലവഴിക്കാനായിട്ട് പിന്നെ എത്തുന്നത് വിദ്യാലയത്തിലേക്കാണ്. ആ ചുവടുവെപ്പ് ആനന്ദകരവും കൗതുകകരവുമാക്കുവാൻ ഇത്തരത്തിലുള്ള വർണ്ണക്കൂടാരം സഹായിക്കും. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കുട്ടിയുടെ സർഗാത്മകതയ്ക്കും ചിന്തയ്ക്കും നിറം പകരുവാൻ ഈ വർണ്ണക്കൂടാരം സഹായിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വർണ്ണക്കൂടാരം ഇത്രയും മനോഹരമായി ഇവിടെ നിർമ്മിക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച സ്കൂൾ അധികൃതർക്കും PTA അംഗങ്ങൾക്കും എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു കയ്യെഴുതാണ്, അത് ശ്രദ്ധിക്കുന്നില്ല. കൂടുതലായി ഒന്നും പറയുന്നില്ല. എനിക്കറിയാം ചൂടൊക്കെ അടിച്ച് എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. വർണ്ണക്കൂടാരത്തിലിരുന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും നല്ല വിദ്യാഭ്യാസം നേടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, താങ്ക് യു. അടുത്തതായത് നമ്മുടെ വർണ്ണക്കൂടാര പദ്ധതിക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി BRC മൂന്നാറിലെ VPC ഇൻചാർജ് അനീഷ് മാത്യു സാറിനെ ക്ഷണിക്കുന്നു. ഈ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം അതിന് അധ്യക്ഷത വഹിച്ച
പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്ഘാടകർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ, PTA പ്രസിഡന്റ്, BRC പ്രതിനിധികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഈ വൈകിയ വേളയിൽ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. ഒരു പരിപാടിയുടെ ഉദ്ഘാടനം, നമ്മളൊക്കെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങളൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ചും ആ പദ്ധതി എന്തിനു വേണ്ടി നടപ്പാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കുന്നതിനെ കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടാണ് പല വേദികളിൽ ആളുകൾ സംസാരിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ വന്ന് ഈ വർണ്ണക്കൂടാരത്തിന്റെ സ്വാഗതം കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗം തുടങ്ങി എനിക്ക് തൊട്ടു മുമ്പ് സംസാരിക്കുന്ന വ്യക്തി വരെ ഈ പരിപാടിക്ക് ഇതിന്റെ എത്രത്തോളം മനോഹരമായി, എത്രത്തോളം നന്നായി ഈ പരിപാടി പൂർത്തീകരിച്ചു എന്നതിലേക്ക് സംസാരത്തെ നയിച്ചത്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇവിടുത്തെ PTA പ്രസിഡന്റും HM-നും ഇവിടുത്തെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇതിനോട് സഹകരിച്ച എല്ലാവർക്കുമാണ്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, ഈ വർണ്ണക്കൂടാര പദ്ധതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും വലിയ നിക്ഷേപം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം വികസ്വര രാജ്യങ്ങളിൽ ഏറ്റവും അധികം പണം മുടക്കുന്നത് ഈ രണ്ട് മേഖലകളാണ്. കാരണം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ വന്നാൽ മാത്രമേ രാജ്യത്തിന് ഉദ്ദേശിക്കുന്ന പുരോഗതിയിലേക്ക് എത്താൻ കഴിയൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. അപ്പൊ അങ്ങനെ ഇത്രയും പണം മുടക്കി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 500-ലധികം വർണ്ണക്കൂടാരമാണ് കേരളത്തിൽ മൊത്തം സ്കൂളുകളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നിർമ്മിച്ച അതിന്റെ വർണ്ണക്കൂടാര പദ്ധതിയുടെ രൂപീകരണ സമയത്ത് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ശില്പശാല തുടങ്ങി പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണോ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി 10 ലക്ഷം രൂപ, അതൊരു ചെറിയ തുകയല്ല, ശരിക്കും പറഞ്ഞ ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കാവുന്ന തുകയാണ് 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിക്കാൻ ഇത്രയും പൈസ ഇന്ന് വെക്കണോ? പക്ഷെ 10 ലക്ഷം രൂപ നിശ്ചയിച്ചപ്പോൾ അത് അത്രയ്ക്കും ഗുണപ്രദമായി എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം പൂർത്തീകരിക്കുന്ന രീതിയിലേക്കാണ് ഈ കഞ്ഞിക്കുഴി സ്കൂളിലെ വർണ്ണക്കൂടാരം പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് എടുത്തു പറയാതെ വയ്യ. കാരണം മറ്റ് പല വർണ്ണക്കൂടാരങ്ങളിൽ പോവുകയും ഈ വർഷം തന്നെ ഇടുക്കി ഇവിടെ അടിമാലി BRC-യുടെ കീഴിൽ 4 വർണ്ണക്കൂടാരം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും മനോഹരമായി ഒന്നിനൊന്ന് മികച്ചതായി. ഇപ്പോൾ ഉറപ്പായിട്ടും പറയാം, ഏറ്റവും മികച്ച വർണ്ണക്കൂടാരം ഇപ്പൊ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം പറയുന്ന കാര്യം, നമ്മുടെ നിങ്ങൾക്ക് ഇതിന് നേതൃത്വം നൽകിയ ടീച്ചർ ഒരു സർക്കാർ പദ്ധതിയിൽ പണം അനുവദിക്കുമ്പോൾ ആ തുക ചെലവഴിക്കാൻ ഉദ്യോഗസ്ഥരായ ഞങ്ങൾക്കൊക്കെ ചെറിയ പേടിയുണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് അതിന്റെ ഓഡിറ്റ് പൂർത്തീകരിച്ച് പോയി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ശ്വാസം നിലയാവുള്ളൂ. എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ വലിയൊരു ലിസ്റ്റ് വരെ ടീച്ചർ വായിച്ചു. അങ്ങനെ അത് പൂർത്തീകരിക്കുമ്പോൾ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. ഈ വർണ്ണക്കൂടാരം ഇടുക്കി ജില്ലയിൽ 14 വർണ്ണക്കൂടാരം അനുവദിച്ചപ്പോൾ അതിന് നടന്ന ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നിങ്ങൾ ടീച്ചർ ഏറ്റവും മുമ്പിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും മുമ്പിൽ വന്നിരുന്ന ഒരു ഡയറി, ഒരു പേനയായിട്ട് അവിടെ നിന്ന് കുറിക്കാൻ തുടങ്ങിയതാണ്. അവിടെ നിന്ന് കുറിച്ച് അതിന്റെ അടുത്ത മീറ്റിങ്ങിനെ എപ്പോഴും വിളിക്കും, BRC-ക്ക് ടീച്ചറെ വിളിക്കും, എന്നെ വിളിക്കും, അശ്വതി ടീച്ചർ വിളിക്കും. അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ തോന്നി, ടീച്ചർ ഇത്ര വിളിക്കുന്നത്, ടീച്ചറിന് ഇത്ര ആശങ്കയുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട്, പല വിദ്യാർത്ഥികളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ടീച്ചർ മറുപടി ചിലപ്പോൾ കോൾ വിളിക്കാൻ പറ്റിയില്ല. അശ്വതി ടീച്ചറോട് പറയും, ടീച്ചർ വീണ്ടും വിളിച്ചിട്ടുണ്ട്, എന്താണെന്ന് ചോദിക്കണം, അതിനാവശ്യമുള്ള മറുപടി കൊടുക്കുന്നു പറയും. പക്ഷെ ഇന്ന് രാവിലെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ടീച്ചർ ആ ഡയറി വെച്ച് അവിടെ നിന്ന് തുടങ്ങിയ ടീച്ചർ ഏറ്റവും നല്ല രീതിയിൽ 1 രൂപ പോലും പാഴായി പോവാതെ സ്ഥലങ്ങൾ, ഇപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് അടുത്ത വർഷത്തെ വർണ്ണക്കൂടാരം അനുവദിക്കുമ്പോൾ കഞ്ഞിക്കുഴി സ്കൂളിലെ ടീച്ചറുമായി ബന്ധപ്പെടാൻ പറയും. കാരണം അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ്, എന്താണ് ഇവിടെ ചെയ്തത്, അതിന്റെ ഓരോ ഘട്ടങ്ങളും അതുപോലെ തന്നെ പൂർത്തീകരിച്ച് അതിനോടൊപ്പം PTA പ്രസിഡന്റിന് പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥ മാത്രം വിചാരിച്ച നാട്ടിൽ നല്ല സംരംഭം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതിനോട് സഹകരിച്ച PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, ഇവിടുത്തെ പേരൻസ് ഒക്കെ കാണും, എല്ലാവരുടെയും പേര് ടീച്ചർ പറഞ്ഞാണ്. അവർക്ക് എല്ലാവർക്കും ഏറ്റവും വലിയൊരു അഭിനന്ദനം അറിയിക്കാൻ കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇനി ഇത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക്, ഇവിടെ നമ്മുടെ തൊട്ടുമുമ്പ് പറഞ്ഞ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നും. കാരണം ഞങ്ങൾക്ക് 2 അസൂയ. കാരണം ഒന്ന്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഇല്ല. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവർ 1ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്കും വൈഫിനൊക്കെ ജോലിക്ക് വന്നതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ഇതുപോലെ ചെറിയ സംവിധാനമൊക്കെ ഉള്ള ഒരു KG സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ഇതിന്റെ പകുതി സൗകര്യങ്ങൾ അവിടെ ഉള്ളുവെങ്കിലും മാസം എത്ര രൂപയാണ് അതിന് ഫീസ് വാങ്ങിയെന്നുള്ളത് പറയാൻ കൊള്ളില്ല. അത്രയ്ക്ക് ഫീസ് നിങ്ങൾ ഇതിനകത്ത് വീട്ടിൽ നിന്ന് അത്രയ്ക്ക് ഫീസ് വാങ്ങിയാണ് അവർ വീട്ടിൽ നിന്ന് കുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നത്.
അപ്പൊ അതെല്ലാം കാലാവസ്ഥയൊക്കെ മാറി കുട്ടികൾക്ക് സൗജന്യമായി നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഈ വർണ്ണക്കൂടാരം അതിൽ നിന്ന് ₹1 ഒരു ഫീസ് മേടിച്ചല്ല കുട്ടികളെ ചേർക്കുന്നത്, തികച്ചും സൗജന്യമായി നമ്മളുടെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല, പണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ആ വിദ്യാഭ്യാസം കുട്ടികൾക്ക് മനോഹരമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളാണ് ഇനി ഇതിന്റെ മാധ്യമമാവേണ്ടത്. നിങ്ങൾ അടുത്തുള്ള ആളുകളോട് പറയുകയും കഞ്ഞിക്കുഴി സ്കൂളിൽ ഇങ്ങനെ ഒരു സംവിധാനം, ഇപ്പൊ നമ്മൾ ഇതിന്റെ പ്രചരണമൊക്കെ 2 ദിവസം കൊണ്ട് തീരും, ഒരു പത്രവാർത്ത, ഒരു വീഡിയോ. പക്ഷെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പേരൻസ് മറ്റുള്ള കുട്ടികളോട് പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യുന്ന പണം അനാവശ്യമായി മറ്റുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ട് കൊടുക്കാതെ നമ്മുടെ സമീപത്തുള്ള നമ്മുടെ വിദ്യാലയം, നമുക്ക് അവകാശമുള്ള നമ്മുടെ വിദ്യാലയത്തിൽ ഈ ഗവൺമെന്റ് മുടക്കിയ സൗകര്യം നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് അടുത്ത സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഈ വർണ്ണക്കൂടാരത്തിൽ ക്യൂ നിന്ന് കുട്ടികൾ ഓരോ ഐറ്റത്തിൽ കയറുന്ന രീതിയിലേക്ക് വരട്ടെ. അത് വരുമെന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് ശ്രീ മനോജ് PM അവരുടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തോടുകൂടി കടന്നുപോയ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് TS സുജിത് സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ ഡിവിഷൻ മെമ്പർ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ചേച്ചി, ബ്ലോക്ക് മെമ്പർ സോന, BRC എത്തിയ അപർണ മേഡം, അനിൽ സാറ്, അശ്വതി മേഡം, നമ്മുടെ വാർഡ് മെമ്പർ ശിവൻ ചേട്ടൻ, ആൽപ്പാടിൽ നമ്മളെത്തിയിരിക്കുന്ന നമ്മുടെ ക്ഷണത്തിൽ നമ്മുടെ വാർഡ് മെമ്പർ സന്ധ്യ രാജേഷ്, അട്ടിക്കുളത്തിൽ നിന്നും 6ാം വാർഡിൽ നിന്ന് എത്തിയത് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സോയിമോൻ സണ്ണി, നമ്മുടെ HM സീമ ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് സിനി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ശൈലജ ടീച്ചർ, പ്രീ പ്രൈമറി അധ്യാപക നമ്മുടെ സൂസന ടീച്ചർ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷിതാക്കളെ, ദേശവാസികളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് സർക്കാർ നല്ലൊരു സംവിധാനത്തിൽ നമുക്കൊരു വർണ്ണക്കൂടാരം എന്ന രീതിയിൽ പ്രീ പ്രൈമറി പിള്ളേർക്ക് വേണ്ടി ഒരു പദ്ധതി രൂപീകരിച്ച് ചെറിയൊരു മിനി പാർക്ക് എന്ന് പറയാം, ആ രീതിയിൽ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അത് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ എൻ്റെ ഒരു മികവ് കൊണ്ട് മാത്രമല്ല ഇത് ഇത്രയേറെ പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഇതിൽ രക്ഷിതാക്കളും PTA അംഗങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്കിത് എത്ര കാര്യക്ഷമമായി പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത്. ജില്ലാ വൈസ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്. ഈ വർഷം പോയ സ്കൂളുകളിൽ വെച്ച് ഏറ്റവും മികച്ചതായി ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി അധ്വാനിച്ചത് കൊണ്ടുകൂടിയാണ്. ഇവിടുത്തെ നമ്മുടെ പ്രവീൺ, അതുപോലെ ആഷ്ന, നിഷ, അതുപോലെ മുൻ PTA പ്രസിഡന്റ് ഷിജു, ഇവരൊക്കെ, അതുപോലെ നമ്മുടെ PTA അംഗം പെർസൺ, അതുപോലെ നമ്മുടെ തൊട്ടുള്ള സാരി ചേച്ചി, അതുപോലൊപ്പം നമ്മളൊപ്പം ഉണ്ടായിരുന്ന സുകുമാര സാറ്, ഇവരെല്ലാവരും ഇതിന് വേണ്ടുന്ന നേതൃത്വം അല്ലെങ്കിൽ വന്നൊരു കമ്മിറ്റി വിളിച്ചാൽ ഇതിങ്ങനെയെങ്കിലൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടാണ്, അവരുടെ ഒരു ആശയം സമന്വയിപ്പിച്ചത് കൊണ്ടാണ് ഇത് ഇത്ര വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവരെ എല്ലാവരെയും പ്രത്യേക ഈ സമയത്ത് അക്കാര്യത്തിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് ഇനി പറയുന്ന കാര്യങ്ങൾ പിള്ളേരെ ശ്രദ്ധിച്ച് കേൾക്കണം. പിള്ളേർ ഒറ്റ മിനിറ്റ് എല്ലാവരും മിണ്ടാതിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഇത്രയേറെ 10 ലക്ഷം രൂപ മുടക്കി നമുക്ക് സർക്കാർ ഇത്ര ഒരു സംവിധാനം ഒരുക്കി തന്നത് PTA-കാർക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫുകൾക്കോ രക്ഷിതാക്കൾക്കോ വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പഠനം അത്ര നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ പഠനം മാത്രമല്ല, കലാപരമായും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ടീച്ചറെ
ഒരു സമയം എന്ന് പറഞ്ഞിട്ട് പിള്ളേരിത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി രൂപീകരിച്ചു തന്നത്. അത് നമ്മൾ വേണ്ടും വേണം ഉപയോഗിക്കണം. നമ്മൾ നോക്കുമ്പോൾ ഇത് ചുമ്മാ കിട്ടിയതാണല്ലോ, അതുകൊണ്ട് ഇത് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കരുത്. നമ്മൾ പഠനത്തിലുണ്ടാകുന്ന നമ്മുടെ ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്. പഠനം വേണ്ട, ഇത് മാത്രമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടല്ല സർക്കാർ സംവിധാനം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് പഠനത്തോടൊപ്പം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ ഇത് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമില്ല. എന്ന് പറഞ്ഞാൽ ഒരു പാർക്കായി മാത്രം നിങ്ങൾ കണ്ടു മുമ്പോട്ട് പോകരുത്. ഇതോടൊപ്പം നിങ്ങൾ പഠനം വളരെയേറെ മെച്ചപ്പെടുത്തണം. നല്ല രീതിയിൽ നിങ്ങൾ തരുന്ന പിന്തുണയാണ് ഈ സ്ഥാപനത്തിന്റെ മുമ്പോട്ടുള്ള നടത്തിപ്പ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല റിസൾട്ട് മേടിച്ചാൽ തുടർന്ന് സ്ഥാപനം ഇപ്പം BRC വന്ന നമ്മുടെ അപർണ മാഡം പറഞ്ഞു കഴിഞ്ഞു, അടുത്തത് UP സെക്ഷന് വരുന്നുണ്ടെന്ന്. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർ +2 വരെയുള്ള പിള്ളേരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ UPക്കും ഹൈസ്കൂളിനും ഇതുപോലെയുള്ള ഫണ്ടുകൾ കിട്ടി നമുക്ക് നല്ല രീതിയിൽ, അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊപ്പമല്ല മറ്റ് സ്കൂളുകളോട് കിടപിടിച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ നിൽക്കാൻ പറ്റും. സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പറയുന്നില്ല, പ്രത്യേക പിള്ളേരെല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ഈ യോഗത്തിന് എല്ലാവരും ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ BRC കോർഡിനേറ്റർ ശ്രീമതി അശ്വതി ശൈലജ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഭരണകൂടാരത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് ചേർന്ന പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, BRC ചേർന്നിട്ടുള്ള ഇതിനുള്ള പ്രിയപ്പെട്ട PPC അപർണ ടീച്ചർ, അനീസ, സ്കൂളിലെ HM, PTA പ്രസിഡന്റ്, രക്ഷിതാക്കൾ, കുട്ടികൾ, അധ്യാപകർ, നിങ്ങൾക്കറിയാം ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമിലും നമ്മുടെ സ്കൂളിന്റെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ മാർച്ചിൽ ഭരണകൂടാരത്തിന്റെ ഫണ്ട് ഇവിടെ വന്ന ശേഷം നമ്മൾ ഇതുപോലെ കുഞ്ഞു ഒരുപാട് മീറ്റിങ്ങുകൾ ഇവിടെ ചേർന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫണ്ട് 2 രീതിയിൽ വിനിയോഗിക്കാമായിരുന്നു. സർക്കാർ തന്ന 10 ലക്ഷം രൂപ ഒറ്റ ഒരു ഏജൻസിക്ക് കൊടുത്തുകൊണ്ട് ഈ സ്കൂളിന് വേണമെങ്കിൽ ആ ഭരണകൂടാരം പൂർത്തിയാക്കാമായിരുന്നു. കാരണം നിരവധി ഏജൻസികൾ ഇവിടെ ടീച്ചറിനെ വന്ന് കണ്ടിരുന്നു. 7 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളിത് ചെയ്തു തരാം, ബാക്കി 3 ലക്ഷം രൂപ സ്കൂളിന് തരാം, അത് നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കുന്ന അനവധി ഏജൻസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ HM പറഞ്ഞത് 1 രൂപ പോലും ഇതിൽ നിന്ന് ടീച്ചർക്ക് ലാഭം വേണ്ട, മൊത്തം തുകയും കുട്ടികൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ടീച്ചർ തന്നെ ഒരു എന്താ പറയുക 10 മാസക്കാലം വളരെ കഷ്ടപ്പെട്ട് ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ്. ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളോട് കുറെ കടകളുടെ പേരൊക്കെ വിശദീകരിച്ചുകൂടെ? ആ കടകളുടെ പേരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയ 10 ലക്ഷം രൂപ ഈ പ്രദേശത്തും ഇവിടെയുള്ള നമ്മുടെ ഇടയിലൊക്കെയുള്ള ഇവിടെയൊക്കെയുള്ള കടകളിലും ഇവിടെയുള്ള ആളുകൾക്കും ഒക്കെ ഗുണം വരുന്ന രീതിയിൽ ടീച്ചർ ആ പൈസ വിനിയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ആ പൈസ ഒരൊറ്റ വ്യക്തിയിൽ എത്തിച്ചേരാതെ എല്ലാവർക്കും ഗുണം വരുന്ന രീതിയിൽ സർക്കാർ തന്ന ഒരു ഫണ്ട് അത് കൃത്യമായി ടീച്ചർ വിനിയോഗിച്ചു. സ്കൂളിന് വേണ്ടിയും അത് വളരെ കൃത്യമായി തന്നെ ടീച്ചർ അത് വിനിയോഗിച്ചു. അത്തരത്തിലാണ് നമ്മളുടെ HM ഇവിടെ മറ്റൊരു സ്ഥലങ്ങളിൽ കാണാത്തത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, എനിക്ക് വ്യക്തിപരമായി അഭിമാനമുണ്ട്. കാരണം എൻ്റെ BRCയിൽ എനിക്കെന്ന് പറയാം ഏറ്റവും നല്ല ഭരണകൂടാരങ്ങളിൽ ഒന്ന് എൻ്റെ പഞ്ചായത്തിലാണ്. അത് ഗവൺമെന്റ് ഹൈസ്കൂൾ കഞ്ഞിക്കുഴിയിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വന്ന് കാണാൻ മാതൃകയല്ല. ടീച്ചർ ഒരുപാട് വർക്ക് ചെയ്ത് PTA പ്രസിഡന്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് എന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. കാരണം അവരുടെ ടീച്ചർ എപ്പോഴും വർക്കിന്റെ പ്രോഗ്രസ് എന്താണെന്ന് അന്വേഷിക്കും. അപ്പൊ ടീച്ചറോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഞാൻ വന്ന് ഫോട്ടോ എടുക്കും, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ കണക്കാക്കിയിട്ടാണ് നമുക്ക് ടീച്ചർ ഒരുപാട് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് BRC തന്നിരിക്കുന്നത്. എല്ലാ വലിയ പ്രോജക്റ്റും BRCയിൽ വരുമ്പോൾ ആദ്യം കഞ്ഞിക്കുഴിയിലെ സ്കൂളുകൾക്കാണ് അവിടുന്ന് തരുന്നത്. അതിന് ടീച്ചറിനോട് ഒരുപാട് നന്ദിയുണ്ട് അവർ ടീച്ചറോട്. പിന്നെ സോനാട്രീസ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോനാട്രീസ അവള് കുട്ടിയായിരിക്കുമ്പോൾ കണ്ടതാണ്. അവിടെ ഇപ്പോൾ ഒരു നാടിനെ നയിക്കാൻ പോകുന്ന രീതിയിലേക്ക് വളർന്നു. എപ്പോഴും മനസ്സിൽ കുട്ടിയാണ്. എനിക്കൊക്കെ അവളുടെ ആ ഒരു വളർച്ച വളരെ സന്തോഷമാണ്. മിടുക്കിയായിരുന്നു, പഠിക്കുമ്പോഴും സോന മിടുക്കിയായിരുന്നു.
ഇപ്പോഴും ഇരിക്കുകയാണ്. അവളുടെ ആ ഒരു കഴിവും പ്രാപ്തിയും നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കും കൂടെ വരുന്ന രീതിയിലേക്ക് അവൾ മാറി. അതിൽ ഒരുപാട് സന്തോഷം. ആശംസകളും ഈ ഒരു വേദിയിൽ കാണാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളൊക്കെ ഇത്രയൊക്കെ വലുതായിരിക്കുമ്പോഴാണ് കാണുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ടീച്ചർ, PTA പ്രസിഡന്റ്, പിന്നെ ടീച്ചറോട് കൂടി ചേർന്ന് ഇവിടെ പ്രവർത്തിച്ച ഈ സ്കൂളിലെ അധ്യാപകര്, നമ്മുടെ ബാക്കി എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിൽക്കുന്ന രക്ഷിതാക്കൾ എല്ലാം ചേർന്നിട്ടാണ് ഈ വിദ്യാലയം പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ അടുത്ത വർഷം ഒരുപാട് കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ എണ്ണക്കുറവ് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എല്ലാവരോടും പറയണം ഈ സ്കൂളിൽ വരണമെന്ന്. ഏറ്റവും നിലവാരമുള്ള വർണ്ണകൂടാരമൊക്കെ ഉള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം. എല്ലാ ആശംസകളും. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ ശ്രീ ശിവൻ കോഴിക്കുമായി അവരുടെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാന്യരായ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം വേദി ഒഴിഞ്ഞു ആളുകളൊക്കെ പോയി തുടങ്ങി. അപ്പം അത് കാരണം പിന്നെ മുഷിപ്പിക്കുന്ന ഒരു പ്രശ്നങ്ങൾ നടത്തേണ്ട കാര്യമില്ലെന്ന് കരുതി അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായിരുന്നാലും ഇന്ന് രാവിലെ ഈ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു. വളരെ ഹൃദയം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സ്കൂളിൽ കണ്ടത്. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ സൂസമ്മ ടീച്ചർ ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു പുൽക്കെട്ടിടം കെട്ടിയിട്ട് അത് പരമ്പ് കൊണ്ട് മറച്ചിട്ട് അതിൽ താറടിച്ച് തറപ്പിച്ച് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ വെള്ളവും മണ്ണും ചേർത്ത്, കാരണം അന്ന് ഈ ചാണകമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പശുവെള്ളത്തിൻ്റെ കുറവാണ്, മണ്ണുകൊണ്ട് തന്നെ മെഴുകിയ തറയിൽ, അങ്ങനെയുള്ള സ്കൂളുകളിലാണ് അന്നൊക്കെ പഠിക്കുന്നത്. അങ്ങനെയെല്ലാം പഠിച്ചു വളർന്നു വന്ന ആളുകളെല്ലാം പറഞ്ഞു വലിയ മഹാന്മാരായിട്ടാണ്. ഈ ആൽമാറ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടികൾ ഐക്യരാഷ്ട്രസഭയിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് രാവിലെ കൂടി എല്ലാ ദിവസവും 6 മണി മുതൽ 7 മണി വരെ 1 മണിക്കൂർ മലയാള മനോരമ ചാനലിൽ വാർത്ത വായിക്കുന്ന പവിത്ര സുരേഷ്, ആ കുട്ടി ഈ സ്കൂളിൻ്റെ സഭാപതി, ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. ഇപ്പോൾ വളരെ വലിയ മഹാന്മാരൊക്കെ ആയിത്തീർന്നിട്ടുള്ള, വളരെ ഉന്നതങ്ങളിലൊക്കെ എത്തിച്ചേർന്നു. ഇവിടെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, ഒരു അധ്യാപകനും ഒരു പ്രവാചകനും തമ്മിലുള്ള ഒരു കഥ. അപ്പോൾ ഒരു അധ്യാപകനും പ്രവാചകനും തമ്മിൽ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അധ്യാപികയുടെ മുന്നിൽ കൂടി ഒരു ചിത്രശലഭം പറന്നു. അപ്പൊ ആ ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ കൈയെത്തി ചിത്രശലഭത്തെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആ പ്രവാചകനോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന ഈ ചിത്രശലഭത്തിന് ജീവനുണ്ടോ ഇല്ലയോ? പ്രവാചകൻ എന്ന് പറയുന്ന ആള് പ്രവചിച്ച കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചു പറയുന്ന ആളല്ലേ. ഇവിടെ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ടീച്ചറിന്റെ കയ്യിൽ തന്നെ പീച്ച് കൊടുത്തു. ജീവനില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർ പെട്ടെന്ന് എന്നെ പറപ്പിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു വളരെ ബുദ്ധിപരമായിട്ട്, ആ ചിത്രശലഭത്തിന്റെ ഭാവി, അതിന്റെ ജീവൻ ടീച്ചറിന്റെ കയ്യിൽ തന്നെയാണ്, അതിന്റെ ഭാവി ടീച്ചറിന്റെ കയ്യിൽ തന്നെ. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ത്രിതല പഞ്ചായത്തുകളോ ഗവൺമെന്റോ അതിന് ഫണ്ട് മുടക്കി ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്ന, എല്ലാ വർണ്ണക്കൂടാരങ്ങളും ഉണ്ടാക്കി തന്ന, കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ആ കുട്ടികളുടെ ഭാവി അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. ഇത് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തൊട്ടടുത്ത് തന്നെ ഒരു കോൺവെന്റ് സ്കൂളില് ഈ ഭക്ഷണം പറയും. അപ്പൊ ഇവിടെ പറഞ്ഞ അനാഥ കുട്ടികൾ താമസിക്കുന്ന സ്ഥലം എന്താ? ഞാനും നമ്മുടെ സോനയൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പോയി.
അവിടെ ചെന്നപ്പോ അനാഥ കുട്ടികളല്ല, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾക്ക് നഷ്ടപ്പെട്ടു. രണ്ടുപേരും കൂടെ പോയി അനാഥരായ കുട്ടികളായി. ഈ ഇരിക്കുന്ന കുട്ടികളുടെ അതേ ബാല്യത്തിലുള്ള കുട്ടി ഭക്ഷണമൊക്കെ കൊടുത്തു, കഴിച്ചു, സന്തോഷമായിട്ട് ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ കഴിച്ചു, ഫോട്ടോ എടുത്തു, സന്തോഷമായിട്ട് പോന്നു. പക്ഷെ എന്നാൽ തന്നെ അതിനകത്തൊരു കാഴ്ചപ്പാടാണ്. ഈ കുട്ടികളെ അവിടെ കോൺവെന്റിൽ താമസിപ്പിച്ച് അവരെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നത് ആ സ്ഥാപനത്തോട് ചേർത്ത് നടക്കുന്ന സ്കൂളിലാണ്. അപ്പൊ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് അവർ വളർത്തി ആ സ്കൂളുകളില് പഠിപ്പിച്ച് പുറത്തേക്ക് വിടും. അപ്പൊ ഓരോ വർഷവും ഈ സ്കൂളിലെ അംഗസംഖ്യ കുറയാതെ സൂക്ഷിക്കുന്ന ഒരു തന്ത്രം അതിന്റെ പിന്നിലുണ്ട്. ഞാൻ അവരോട് വഴക്കായിട്ട് തോന്നിയതല്ല കേട്ടോ, വഴക്കായിട്ട് പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ കുട്ടികളുടെ എണ്ണം ഓരോ ക്ലാസ്സുകളിലും കുറയാതെ കുട്ടികളെ അവിടെ ചേർത്ത് കോൺവെന്റുകളിൽ നിർത്തി ആ സ്കൂളുകളിൽ പഠിപ്പിച്ച് ആ സ്കൂളിന്റെ അംഗസംഖ്യ കുറയ്ക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. നമ്മൾ ഈ ഭൗതിക സൗകര്യങ്ങളെല്ലാം കിട്ടുമ്പോഴും നമ്മുടെ സ്കൂളിന്റെ ഓരോ വർഷം ചെല്ലുന്നതോറും നമ്പറുകൾ കുറഞ്ഞു വരിക, കുട്ടികളുടെ എണ്ണം കുറയുക. ഇതൊരു മത്സരം നടക്കുന്നുണ്ട്. വിവിധ സമുദായങ്ങള് സ്കൂളുകളിൽ വെച്ച് ഓരോ സമുദായത്തിലെ സ്കൂളുകൾ നാട്ടിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാം പരിശ്രമം നടക്കുന്നു. അപ്പോൾ സർക്കാർ സ്കൂള് എന്ന ഒരു അവഗണന സാധാരണക്കാരന്റെ മനസ്സിലുണ്ട്. സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചാൽ ഒന്നും ആകില്ല, അല്ല ഒന്നും ആവില്ല എന്നൊക്കെ ഉള്ള വിചാരം. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ പഠിച്ച ആൾ ഐക്യരാഷ്ട്രസഭയിൽ എത്തിയിട്ടുണ്ട്, വാർത്താ ചാനലിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചുമ്മാ ഒരു തെറ്റായ ധാരണ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നും ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ടെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ എന്തെല്ലാം ചെയ്താലും ഇവിടെ അതിന്റെ ഗുണനിലവാരം ഉയരുന്നുണ്ട് എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുമ്പോഴാണ് മറ്റു രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാനുള്ള താല്പര്യം ഉണ്ടാകുകയും അതേപോലെ തന്നെ ചേർക്കുന്ന കുട്ടികളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടീച്ചറിന്റെ കയ്യിലെ ചിത്രശലഭമാണ്. വളർത്തണോ അതോ കൊല്ലണോ, അല്ലെങ്കിൽ ഭാവി സുരക്ഷിതമാക്കണോ, ഒരു ടീച്ചറിന്റെ ഇല്ല, എല്ലാ ടീച്ചറിന്റെയും ഉത്തരവാദിത്വം. അപ്പൊ അത്തരത്തിലുള്ള നല്ല ഒരു വളർത്തൽ അല്ലെങ്കിൽ നല്ല ഒരു കരുതൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഗുണനിലവാരം ഈ ആൽപ്പാറ സ്കൂളില് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഭൗതിക സൗകര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ നിലവാരം ഉയരുന്നു എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുമ്പോൾ ഈ സ്കൂള് കൂടുതൽ കുട്ടികൾ കടന്നു വരാനും ഈ നാട്ടിലെ പ്രബുദ്ധമായ സ്ഥാപനമാകാനും സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഈ മുടക്കിയ പൈസയെല്ലാം വിവരമാകുകയും ഈ സ്ഥാപനങ്ങൾ ഓരോ ദിവസം കായികമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാനീ പറയുമ്പോ എന്നെ കേൾക്കുന്നവരുടെയും അതുപോലെ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ എന്റെയും കൂടി ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഈ സർക്കാർ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം നൽകുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കൂളിനെ ഈ നാടിന്റെ മുഖമുദ്രയായി ഈ നാട്ടിലെ ആളുകൾ ഈ സ്കൂളിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറി മറിയണം. അല്ല എങ്കിൽ ഈ കാണിക്കുന്നതെല്ലാം വെറുതെ ആയി പോകുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും. ഈ സ്കൂളിന്റെ മിറ്റത്തുള്ള കുട്ടികൾ വരെ ചേരച്ചോട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതങ്ങനെ പോകാനൊരു സ്ഥിതി നമ്മളും ഉണ്ടാകണം, ഉണ്ടാക്കിയെടുക്കണം. അതിന് അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരും കുട്ടികളും ജനപ്രതിനിധികളും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ സ്കൂളിന്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനുള്ള സാഹചര്യം സംജാതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാ നല്ല മനസ്സിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ആൽപ്പാറ വാർഡ് മെമ്പർ ശ്രീമതി സന്ധ്യ രാജേഷിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം.
ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ആരും പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മുടെ കുട്ടികൾ വളരെ ടയേർഡായി. വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ മക്കളും ഈ സ്കൂളിൽ പഠിച്ചു തന്നെ പോയതാണ്. ഇന്ന് ഞാനിപ്പോൾ ഈ വേദിയിൽ വന്നിരിക്കുന്നപ്പോൾ ഒരു കാര്യം ഓർത്തു. ഞാനും എൻ്റെ കളിക്കൂട്ടുകാരനായ മനുവൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലമല്ല ഇന്നിപ്പോൾ. ഇന്നെല്ലാ സൗകര്യങ്ങളോടും കൂടി ഏറ്റവും കൂടുതൽ ടീച്ചർമാരും കുട്ടികളും കൂടുതലായി ഇടപെട്ട് എന്തു സ്വാതന്ത്ര്യവും അവർക്ക് പറയാനും എടുക്കാനും സ്വന്തം വീട്ടിലെ മാതാപിതാക്കളെ പോലെ നോക്കുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. മക്കളെ, ഞാൻ കൂടുതൽ പ്രശ്നങ്ങളൊന്നും നീട്ടുന്നില്ല. ആ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന കരുതലും പ്രയത്നവും എല്ലാം നിങ്ങൾ പരമാവധി വിനിയോഗിക്കണം. വിനിയോഗിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്ന 2-3 കുട്ടികളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇനി തലമുറകൾ വളർന്നു വരുമ്പോൾ നിങ്ങളായിരിക്കണം ഈ സ്റ്റേജിൽ ഇതുപോലെ കസേരയിൽ ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് കൂടുതൽ ഇടപെടാനോ ഞങ്ങളൊക്കെ പേടിച്ച് ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകളായിരുന്നു. ആ നിലയിൽ നിന്ന് ഇവിടം വരെ എത്തിയ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അത് പരമാവധി എൻ്റെ കുട്ടികൾ വിനിയോഗിക്കണം. ടീച്ചേഴ്സിന് നിങ്ങൾ ഓരോരുത്തരും വിജയിച്ച് ഓരോ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ടീച്ചേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഭിമാനം. അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ കലാലയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ നിമിഷവും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ജീവിതം ശരിക്കും നിങ്ങൾ ആസ്വദിക്കണം. നിങ്ങളിപ്പോഴായിരിക്കില്ല, ഞങ്ങളുടെയൊക്കെ പ്രായം കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കും അന്ന് ആ കാലമായിരുന്നു ഏറ്റവും നല്ലതെന്ന്. അപ്പം നിങ്ങൾ ഈ ജീവിതം ശരിക്കും ആസ്വദിക്കുകയും ചെയ്യണം. അതിനോടൊപ്പം പഠിച്ച് എന്നും നല്ല രീതിയിൽ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള മക്കളായി വളരണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിട്ടു. ആശംസകൾ അറിയിക്കുന്നതിനായി ശൈലജ ടീച്ചറിനെ ക്ഷണിക്കുന്നു. വേദിയിൽ ത്രിതല പഞ്ചായത്തിലെ എല്ലാ മെമ്പേഴ്സ്, BRCയിലെ ടീച്ചേഴ്സ്, എൻ്റെ സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വർണ്ണക്കൂടാരം ഏറ്റവും മനോഹരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശദമായി കേട്ടു കഴിഞ്ഞു. എങ്കിലും 1-2 കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിട്ടേണ്ട ആ പദ്ധതി കിട്ടേണ്ട കടകളിൽ തന്നെയാണ് ലഭിച്ചത്. അത് ഏറ്റവും മനോഹരമായി തന്നെ പണിയെടുപ്പിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ സഹകരിച്ച എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുന്നു. ഇനി കുഞ്ഞുങ്ങൾ അത് ഏറ്റവും ഭംഗിയായി നമ്മുടെ വാർഡ് മെമ്പർ വളരെ വിശദമായി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം അത് സൂക്ഷിച്ച് വളരെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ചെയ്യുവാൻ കുഞ്ഞുങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഏറെ വ്യക്തികളുണ്ട്. പ്രിയ ടീച്ചർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമ്മുടെ ബേബിഷി ടീച്ചർ പ്രത്യേകം ആ പോട്ടൊക്കെ പെയിന്റ് ചെയ്തത് അത് ടീച്ചറിന് വിഷമം തോന്നിയത്. ടീച്ചർ വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ പദ്ധതികളൊക്കെ ടീച്ചർ ശരിക്കും ഒരു പട്ടാളം പോലെയാണ് ടീച്ചർ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സിമി ടീച്ചർ ചെയ്തു വന്നത്. പക്ഷേ ഞാനൊക്കെ ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ടീച്ചർ പോകുന്ന കാര്യങ്ങളൊക്കെ സാധനം മേടിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല ടീച്ചറിൻ്റെ കൂടെ പോകണമെന്ന്. പക്ഷെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും പുറകോട്ട് നിൽക്കാറ്. പക്ഷേ ടീച്ചർ ഒരു പരാതി പോലും ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ടീച്ചറിനോട് കൂടി സഹകരിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പിന്നെ എനിക്ക് ജോസിയേട്ടൻ്റെ കാര്യം പറയണമെന്ന് വളരെ ആഗ്രഹം. കാരണം ഇത്രയും മനോഹരമായിട്ട് ആ ചിത്രങ്ങളൊക്കെ വരച്ച് ആ മനസ്സിൽ എത്ര ആശയങ്ങളാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാരിൽ തന്നെ നല്ല ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട് അല്ലേ? നിങ്ങളതൊക്കെ കണ്ടു പഠിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിനൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. നമ്മുടെ കാതറിനുണ്ട്, അനുപ്രിയുണ്ട്, പിന്നെ അങ്ങനെ പിന്നെ ആദ്യത്തെ കുറേ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് കുറച്ചൊരു പ്രചോദനമാണ് അല്ലെ? എത്ര ഭംഗിയായിട്ടാണ് ഇപ്പോൾ ടീച്ചറിന് ആ കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകി ചെയ്തുവെങ്കിലും ആ ഭംഗി, ആ അക്ഷരങ്ങൾ പിന്നെ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇന്നലെ ഞാൻ വീഡിയോ കണ്ടു. ടീച്ചർ ഒരു വീഡിയോ ഇതിൻ്റെ അടുത്ത് വീഡിയോ കണ്ടു.
മനോഹരം എന്ന് പറയാൻ പറ്റും. അത്ര അതിമനോഹരമായാണ് അത് വീഡിയോയിൽ കാണുന്നത് അല്ലേ. അപ്പം നിങ്ങളെല്ലാം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങളുടെ ആ പഠനം, കൊച്ചുമക്കളുടെ പഠനം ഏറ്റവും ആനന്ദകരമായി പഠിക്കാൻ, അറിവിനോടൊപ്പം ഉത്സാഹവും ഉന്മേഷവും അല്ലേ. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നേഴ്സറിയിലേക്ക് വരുമ്പോൾ കരഞ്ഞിട്ടാണ് അല്ലെ, അവിടെ ആദ്യത്തെ ദിനങ്ങളൊക്കെ അങ്ങ് വളരെ കരഞ്ഞ് മാതാപിതാക്കൾ പോകുമ്പോൾ കരഞ്ഞ് തളരും. പക്ഷെ ഇപ്പോ അച്ഛനെയും അമ്മയും കൂടെ മറന്നു പോകുക, ഒരു വൈകുന്നേരം സ്കൂളിൽ പോകാൻ മറന്നു പോകത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിക്കാൻ അല്ലെ ടീച്ചറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞത്. അതിനെല്ലാ ആശംസകളും നൽകുന്നു. എല്ലാം നല്ല രീതിയിൽ പോകട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും നൽകുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി സ്കൂൾ ലീഡർ ബ്ലസ്സൻ ബിനോയെ ക്ഷണിക്കുന്നു. പ്രിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നന്ദി അറിയിക്കുന്നത് ആശംസകൾ. ഔപചാരികമായി കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി പ്രീ പ്രൈമറി ടീച്ചർ സൂസമ്മ ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ മനോഹരമായ സന്തോഷകരമായ ദിവസമാണ്. അതായത് ഈ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷത്തോടുകൂടെ ഉല്ലസിക്കാമല്ലോ എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിൽ കുട്ടികൾ ഇരിക്കുകയായിരുന്നു. ഈ സുദിനം വന്ന് ആനന്ദമായതിൽ കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളും വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ആയിരിക്കുന്നത്. ഈ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് എന്തെല്ലാം ശേഷികളും വികാസങ്ങളാണ് ആർജിക്കേണ്ടത്, അത് മുന്നിൽ കണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി നമ്മുടെ സ്കൂളിലും പ്രാവർത്തികമായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വർണ്ണക്കൂടാരത്തിലേക്ക് ഈ വർഷവും അനേക വർണ്ണത്തുമ്പികൾ പറന്നു വന്ന് നമ്മുടെ സ്കൂളിന്റെ സ്ട്രെങ്ത് കൂടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഈ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത അലങ്കരിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമള ടീച്ചർ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞുപോയി. എങ്കിലും ടീച്ചറിന് ഞാൻ ഈ യോഗത്തിന് പേരുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹെഡ് മിസ്റ്റർ സീമ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർണ്ണക്കൂടാരം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി രാവും പകലുമില്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ടു. ടീച്ചറിന്റെ ആ പ്രയത്നത്തിന്റെ ഒരു ഫലമാണ് ഇവിടെ മനോഹരമായ വർണ്ണക്കൂടാരം ഈ ഭാഗത്ത് നമ്മുടെ ദേശത്ത് ഉയരുവാൻ സാധിച്ചത്. ടീച്ചറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് സാറ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് പോയി. ആ അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ഫ്രാൻസിസ് ജോർജ് അടക്കപ്പറമ്പിൽ അവരുകള് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് കടന്നു വരികയും നമ്മുടെ ആ യോഗം മനോഹരമായി വിജയിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിനും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ വർണ്ണക്കൂടാരം പദ്ധതി വിശദീകരണം ചെയ്ത BPC BRC അജ്മാലി ശ്രീമതി അപർണ നാരായണൻ സാറ്, അദ്ദേഹത്തെയും നമ്മുടെ വർണ്ണക്കൂടാരത്തിന്റെ എല്ലാ കാര്യങ്ങളും മനോഹരമായി വിശദീകരിക്കുകയും നമുക്ക് അത് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ രീതിയിൽ പറഞ്ഞു തരികയും ചെയ്ത അപർണ ടീച്ചറിന് ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീമതി ഷൈനി റജി അവരുടെ ജില്ലാ പഞ്ചായത്ത്, അദ്ദേഹത്തിനും ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയ കന്യാകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സോയിമോൻ സണ്ണി അവരോട് അദ്ദേഹവും വന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നു. അദ്ദേഹത്തിനും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നീട് ശ്രീ അനീഷ് മാത്യു സാറ് BPC BRC മൂന്നാറ് സാറും ഈ പദ്ധതിയെ കുറിച്ച് പൂർണ്ണമായി വിശദീകരിക്കുകയും നമ്മൾക്ക് അത് പറഞ്ഞു തരികയും ചെയ്യും. സാറിനും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കൂടാതെ
മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. ആ ശ്രീമതി സോനയ്ക്കും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും കുമാരി സോന ക്രിസ ജോബിക്കും ഞാൻ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ മനോജ് പി എം അവറുകളാണ്. അധ്യക്ഷ വിശദമായി പറഞ്ഞു. ഈ വർണ്ണക്കൂടാരത്തിന്റെ പദ്ധതി ആദ്യകാലം മുതൽ അവസാന കാലം വരെ രാത്രി പകലൊന്നില്ലാതെ എല്ലാ കാര്യത്തിലും ടീച്ചർമാരോടും അധ്യാപകരോടും കൂടെ നിന്ന് പ്രവർത്തിച്ചു. അത് എന്താണെന്ന് പറഞ്ഞെന്ന് അറിയില്ല, എങ്കിലും എല്ലാ സേവനങ്ങൾക്കും ആ പ്രവർത്തനങ്ങൾക്കും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഇവിടെ ആശംസ അറിയിക്കാൻ കടന്നു വന്ന കേരളം വാർഡ് മെമ്പർ ശിവൻ കൊഴുക്കമാൽ അവറുകള്. അദ്ദേഹം നമ്മുടെ സ്കൂളിന്റെ മുൻ പി ടി എ പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ വാർഡിലെ മെമ്പറാണ്. ഈ സ്കൂളിന്റെ പുരോഗമനമായ പ്രവർത്തനങ്ങളിൽ എന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനും യോഗത്തിന്റെ പേര് നന്ദി അറിയിക്കുകയാണ്. ശ്രീമതി സന്ധ്യ രാജേഷ് 8ാം വാർഡ് മെമ്പർ നമ്മുടെ ഒരു ഇവിടുത്തെ രക്ഷകർത്താവായിട്ട് കുട്ടികളെ കൂടെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പുതിയൊരു മെമ്പറാണ്. അദ്ദേഹത്തിന് എല്ലാവരും ഭാഗങ്ങളും നേരുന്നു. നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവരും നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തായിട്ട് മാഡമാണ്. വരാൻ ആവശ്യമായ ബുദ്ധിമുട്ട് തോന്നി എല്ലാ കാര്യത്തിലും ഞങ്ങളോട് കൂടിയോട് വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നപോലെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരികയും ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും പിന്നെ ഒന്നക്കൂടാരം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ക്ഷീണം പ്രയത്നിച്ച ശ്രീ സുധീ മാഡത്തിന് സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ വർണ്ണക്കൂടാരത്തിന്റെ പ്രോജക്ട് അത് രൂപീകരണം മുതൽ രാത്രിയും പകലുമില്ലാതെ അച്ഛനോട് കൂടെ നിന്നുകൊണ്ട് പ്രോജക്ട് അതിന്റെ ഫൈനലിലേക്ക് എത്തിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ടീച്ചർ അച്ഛനോടും പി ടിയോടും കൂടെ നിന്ന് പ്രവർത്തിച്ചു. ടീച്ചറിന് സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ടീച്ചറും എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛനോടൊപ്പം ടീച്ചറോടൊപ്പം കൂടെ വന്ന് ഇന്നലെ വരെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി സഹകരിച്ചു. ടീച്ചറിനും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ സ്കൂളിന്റെ പ്രസിഡന്റിനോട് ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞു പോവുകയാണെങ്കിലും അവരുടെ സേവനങ്ങളും ഇതിന് കൂടുതൽ മുതൽക്കൂട്ടായിരുന്നു. അവർക്ക് പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുകയാണ്. കൂടുതലായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ചേർച്ചോട് സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെയും വന്നതിൽ വളരെ സന്തോഷം നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. കൂടാതെ ഇവിടെ കടന്നു വന്ന രക്ഷകർത്താക്കളുണ്ട്. വർണ്ണക്കൂടാരത്തിന്റെ വിവിധ കമ്മിറ്റികളിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതില് അധ്യാപകരുണ്ട്. പ്രത്യേക ഇതിന്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി ചെയ്യാൻ സഹായിച്ച അനേകരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോസേട്ടനാണ്. ജോസേട്ടനാണ് ഈ വർണ്ണക്കൂടാരത്തിലുള്ള വളരെ സഫലമായി ദേശത്ത് മനോഹരമായി തീർക്കാൻ ജോസേട്ടന്റെ കലാകൃതികൾ അത്രയ്ക്കും പ്രഗത്ഭമാണെന്ന് ഈ ദേശം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ആ ജോസേട്ടന് ഭക്ഷണം പോലും കഴിക്കാൻ ജോസേട്ടൻ മറന്നുപോകും. അതുപോലെയാണ് ചെയ്ത ഏക പ്രവൃത്തിയില് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത് നല്ലവണ്ണം പൂർത്തീകരിച്ച ജോസേട്ടന് ഈ സ്കൂളിന്റെ പേരുള്ള നന്ദി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പിന്നെ ഈ വർണ്ണക്കൂടാരത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രോജക്ട് രൂപീകരണം മുതൽ അവസാനം വരെ സഹകരിച്ച എല്ലാ അധ്യാപകരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമില് ഓരോരോ ജോലികൾ എല്ലാവർക്കും നമ്മൾ കൊടുത്തു. ആ കുട്ടികളൊക്കെ എല്ലാവരും ഭംഗിയായി നിർവഹിച്ചു. അവർക്ക് എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ കടന്നു വന്ന രക്ഷകർത്താക്കളുണ്ട്. അവർക്കും യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ പിന്നെ ഓഫീസ് സ്റ്റാഫ് അവരെ എടുത്തു പറയേണ്ടതാണ്. ഈ വർണ്ണക്കൂടാരത്തിന്റെ ഓരോ പ്രോജക്റ്റുകൾ കൊടുക്കുന്നതിനും അത് ഓരോ വർക്കുകൾ ചെയ്യുന്നതിനും അവരും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചു. അവർക്കും പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ഇന്നലെ നമ്മളിവിടെ പണികളൊക്കെ ചെയ്യുന്ന സമയത്തും ഇവിടെ തൊട്ടടുത്ത കടയിലെ രമേശേട്ടന് പിന്നെ പിന്നെ പ്രവീൺ ദാസ്, ദിലീപിന്റെ അനിയൻ ഷിജു, അങ്ങനെ ഒത്തിരി പേര് നമ്മളോടൊപ്പം സഹായിച്ചു. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ മുൻ പി ടി എ പ്രസിഡന്റായ ഷിജു ആനന്ദ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തോട് ഇല്ലായെന്ന് തോന്നി. അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി സ്നേഹം
നമുക്ക് പൂർത്തീകരിച്ച് തന്ന നമ്മുടെ ബിൽഡിംഗ് ജോലി ചെയ്യുന്ന ജോസിയേട്ടൻ, പിന്നെ മെറ്റീരിയൽസ് ഫർണിച്ചർ മെറ്റീരിയൽസ് വർക്ക് ചെയ്യുന്ന മഴവിൽ, വെള്ളക്കാക്കുടി ഷിനോബി, പിന്നെ നമ്മുടെ അഗസ്റ്റിൻ ജോസ്, അരുൺ, നമ്മുടെ വർക്കുകൾ പാലം അതുപോലെ വർക്കുകൾ ചെയ്തു തരുന്ന അരുൺ കടത്തില് എന്നിവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇത്രയും ഭംഗിയായി തീർത്ത നമ്മുടെ ബേബിഷ ടീച്ചർ, ബേബിഷിനോട് ചേർന്ന് പ്രവർത്തിച്ച അച്ഛന ടീച്ചർ, അവരോട് കൂടെ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ കൂടാതെ ഇവിടെ കണ്ടു നിൽക്കുന്ന അധ്യാപകര്, രക്ഷകർത്താക്കള്, കുട്ടികള് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോസും ഫോട്ടോഗ്രാഫി സഹായിക്കുന്ന ജോൺസൺ സാറിനോടും സ്കൂളിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ PTA, SMC മെമ്പേഴ്സ് എല്ലാവർക്കും ഇതുവരെ സഹായിച്ച എല്ലാവർക്കും നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ വർണ്ണകൂടാരത്തിന്റെ പദ്ധതി ആദ്യം മുതൽ അവസാനം വരെ നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ കത്തുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിലെ ശാസ്ത്രീയ പ്രൈമറി വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഔപചാരികമായിട്ട് അവസാനിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.